മലയാള മനോരമയുടെ നേതൃത്വത്തിൽ മലയാള മനോരമയുടെ ബിസിനസ് സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമായ മനോരമ ക്യുക്ക് കേരള അതിന്റെ ഹെൽത്ത് കെയർ സെഗ്മെന്റ് സംഘടിപ്പിക്കുന്ന സൗജന്യ ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താൻ മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെടുകയാണ്. അതിന് പ്രയാസപ്പെടുന്നതിലൂടെ അതിനെ അഭിമുഖീകരിക്കുന്ന വെച്ചാൽ അതിനെ ഓവർകം ചെയ്യുന്നത് മൊബൈൽ ഫോൺ നൽകിയാണ്. എന്നാൽ ഇപ്പോൾ എന്തിനും ഏതിനും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ടാബും ഒക്കെയാണ് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും, പഠിക്കുമ്പോഴും, കളിക്കുമ്പോഴും, എന്തിനേറെ ഉറങ്ങാൻ കിടക്കുമ്പോഴും മൊബൈൽ കയ്യിലില്ലാതെ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ. വളരെ സാധാരണയായിക്കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിന്റെ ദൂഷ്യവശങ്ങൾ വളരെയാണ്. ആദ്യമായി കുട്ടികളുടെ തലയോട്ടിക്ക് കട്ടി കുറവായതുകൊണ്ട് മൊബൈലിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മുതിർന്നവരെക്കാൾ 60% കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി, മൊബൈലിലും കമ്പ്യൂട്ടറും ഒക്കെ കളിക്കുന്ന കാരണം പുറത്തിറങ്ങിയുള്ള കളികളിൽ താല്പര്യം കുറയുന്നു കുട്ടികളുടെ. അതുപോലെ തന്നെ പതിവായി ദീർഘസമയം വീഡിയോ ഗെയിം ഉൾപ്പെടെ കളിക്കുന്ന കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നതായി പറയുന്നു. പതിവായി 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ സമയം ചെലവിടുന്ന 1000 കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ മനഃശാസ്ത്രപരമായ പ്രയാസങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നത്. അതായത് വിഷാദരോഗം, ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, പെരുമാറ്റം പ്രശ്നങ്ങൾ, അങ്ങനെ പലതാണ്, പിടിവാശികൾ, അങ്ങനെ പലത്. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതിനായിട്ട് ഇന്ന് നമ്മുടെ തെരഞ്ഞെടുത്തിരിക്കുന്ന വെബിനാറിന്റെ വിഷയം മൊബൈൽ ഫോൺ റേഡിയേഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വെബിനാറിൽ സംസാരിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി വെബിനാർ നയിക്കാൻ വന്നിട്ടുള്ളത് ഡോക്ടർ സജീവ് ഫിലിപ്പ് ആണ്, സീനിയർ കൺസൾട്ടന്റ് ഇൻ പീഡിയാട്രിക് ആൻഡ് ഫീറ്റൽ കാർഡിയോളജി, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അസോസിയേറ്റ് PD കാർഡിയോളജിസ്റ്റ്, ആസ്റ്റർ മെഡിസിറ്റി, കൊച്ചി. അതുപോലെ തന്നെ മിസ് രേഷ്മ കൃഷ്ണൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ മെഡിസിൻ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. രണ്ടുപേരെയും ഈ ഒരു വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ നമ്മുടെ വെബിനാർ കേൾക്കുവാനായി വന്നിട്ടുള്ള നിങ്ങൾ ഓരോ പാർട്ടിസിപ്പൻസിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക്ക് മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്നതും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് നയിക്കുന്നത്. മനോരമ ക്യുക്ക് കേരളയുമായും തിരുവല്ല മെഡിക്കൽ മിഷനുമായിട്ട് ചേർന്നാണ് ഈ ക്ലാസ് ഞാൻ നയിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ടേക്ക് എ ക്ലാസ് ഓൺ മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സൈഡ് എഫക്ട്സ് ഇൻ ചിൽഡ്രൻ. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്, കാരണം ഔട്ട്സൈഡ് സ്റ്റേറ്റ് പീപ്പിളും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. സോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു ക്ലാസ് നയിക്കാനുള്ള കാരണം, ഞാൻ അനേക ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹൃദയരോഗങ്ങളെക്കുറിച്ചും കുട്ടികളിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്ന കാവസാക്കി രോഗത്തെക്കുറിച്ചും ഒക്കെ. പക്ഷേ പല കുഞ്ഞുങ്ങളും എൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്നു വരുമ്പോൾ അവരിൽ കാണുന്ന സ്വഭാവ വൈകല്യങ്ങൾ കാണുമ്പോൾ അവരിലെ മൊബൈൽ ഫോൺ യൂസേജിനെ കുറിച്ചുള്ള എൻക്വയറി ചെയ്യുമ്പോൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയതുകൊണ്ട് ഇത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു ക്ലാസ് നയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസീസ് ഒത്തിരി ഡാമേജസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിൻ്റെ റേഡിയേഷൻ ടൈം നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഉളവാക്കും. അനേകം മാതാപിതാക്കൾ വളരെയധികം വിഷാദരാണ്. കാരണം കുഞ്ഞുങ്ങളിലുള്ള വൈകല്യങ്ങൾ, കുഞ്ഞുങ്ങളിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി പ്രോബ്ലംസ് ഒക്കെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ചില പ്രത്യേക കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഉണ്ട്, ബിഹേവിയറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്ന മിസ്സസ് രേഷ്മ കൃഷ്ണനുണ്ട്. അതുപോലെ തന്നെ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മഞ്ജു ജോർജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്നും അല്പസമയം കഴിഞ്ഞ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്.
മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇന്ന് ആർക്കും കഴിയില്ല. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ദോഷത്തിനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ലോകത്ത് പലതും കണ്ടുപിടിക്കുന്നുണ്ട്, പല ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം ദോഷത്തിനാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും അത് തിന്മയ്ക്കും നന്മയ്ക്കും കൂടി വ്യാപരിക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ ഫോൺ നമുക്ക് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മൾ കഴിയുന്നത്. കിച്ചണിലായാലും അടുക്കളയിലായാലും ജോലി സ്ഥലത്തായാലും ബസ്സിലായാലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും എല്ലാം കണ്ടമാനം ഉപയോഗം നടക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഐ വെന്റ് ടു ഒരു മെഡിക്കൽ ക്ലാസ്സിന് നമ്മുടെ പിന്നെ ഡെറാഡൂണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞാൻ ഒരു മാതാവ് 2 കുഞ്ഞുങ്ങളെ ട്രോളിയിൽ ഇരുത്തിയിട്ട് ബോർഡിംഗ് പാസ് എടുക്കുന്നത് കണ്ടു. ഞാൻ ആ സർക്കിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് ഈ കൊച്ചു പിഞ്ചു കുഞ്ഞിനെ 1.5 വയസ്സേ ഉള്ളൂ, ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് ആദ്യത്തെ ബാഗ് ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ചാടി എഴുന്നേറ്റ്. അവർ 5 മിനിറ്റിനുള്ളിൽ ചാടി എഴുന്നേറ്റ് സന്തോഷം കൊണ്ട് നിറയുക. കാരണം മൂവിങ് ക്ലിപ്സ് എന്തും കുഞ്ഞുങ്ങളുടെ കണ്ണിന് വളരെ മനോഹാരിത്വവും അവർക്ക് വളരെ ഇൻട്രസ്റ്റും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ വിളിച്ചാൽ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ. അത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് അവര് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഞാൻ ചില മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങളുടെ കുഞ്ഞിന് എത്ര നേരം കൊടുക്കും? എല്ലാം മൊബൈൽ ഫോൺ കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിനുണ്ടാകുന്ന അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ സ്പെക്ട്രം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വളരെയധികം കുരുത്തക്കേടുകൾ, ഇതെല്ലാം ഇതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം ഞാൻ ചോദിക്കും, ഒരാള് ദേഹത്തെല്ലാം അലർജി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലെ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു പക്ഷെ ബ്ലൂബെറി ആണ് അല്ലെ ക്രാബ് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആ സിംറ്റം ഞങ്ങൾ ആ ഹിസ്റ്ററിയുമായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വരുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അവരുടെ ലൈഫിലെ മൊബൈൽ ഫോൺ യൂസേജിൻ്റെ ടൈമിങ്, റേഡിയേഷൻ ടൈം അല്ലെങ്കിൽ എക്സ്പോഷർ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോഴും റിസർച്ച് സൈഡിൽ നിൽക്കുന്നതേ ഉള്ളൂ. ചിലർ പബ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, സ്റ്റഡീസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. എങ്കിലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് സമയം കൂടുതൽ എടുക്കുന്ന കേസുകൾക്ക് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന സ്വഭാവ വൈകല്യം തീർച്ചയായും മാതാപിതാക്കൾ കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങൾ എത്ര സമയം കാണിക്കും? പലപ്പോഴും അവർ വളരെ ഷെയിമാണ്, അല്ലെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. ചിലപ്പം പറയും, സാറേ കുറച്ച് സമയം കാണിക്കത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കും, ഭക്ഷണം കൊടുക്കാൻ കാണിക്കുമോ? കാണിക്കും. ഭക്ഷണം എത്ര സമയം എടുക്കും? 3/4 മണിക്കൂർ എടുക്കും. അപ്പം നിങ്ങൾ എത്ര നേരം ഭക്ഷണം കൊടുക്കും? 3 നേരം കൊടുക്കും. അപ്പം 3 നേരം ആകുമ്പോൾ 2.5 മണിക്കൂറായില്ലേ? പിന്നെ എത്ര നേരം നിങ്ങൾ ടെലിവിഷൻ കാണിക്കും? അതും ഒരു സാറേ 2.5-3 മണിക്കൂർ കാണിക്കും. അപ്പോൾ ഒരു 5 മണിക്കൂറായില്ലേ? അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സിൽ പോയാൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ 3 മണിക്കൂർ 27 മിനിറ്റ് ഇത് ഞാൻ ഉപയോഗിച്ചതാണ്. സാർ എങ്ങനെ 3 മണിക്കൂർ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഒരു ഒത്തിരി പേര് വാട്സപ്പ് മെസ്സേജ് അയക്കും, എനിക്കതിന് ആൻസർ നൽകിയേ പറ്റത്തുള്ളൂ. അപ്പം ഓരോ ആപ്പ് ഉപയോഗിച്ചതിൻ്റെ യൂസേജ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 3 മണിക്കൂർ 27 മിനിറ്റും ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരന്റൽ കൺട്രോള് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ എത്ര സമയം ഉപയോഗിച്ചു എന്നറിയാം. കുറച്ച് കീ ഫാക്ട്സ് ഐ വോണ്ട് ടു ടെൽ യു. ഈ മൊബൈൽ ഫോൺ യൂസേജ് ഏകദേശം ലോകത്ത് 7 ബില്യൺ പീപ്പിൾ ആർ യൂസിങ്. ചില രാജ്യത്ത് ഹാഫ് പോപ്പുലേഷൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന കാന്തിക മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ആണ്. അത് കാരണം ആദ്യ സമയത്ത് ഈ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ കോവിഡിൻ്റെ ഇറയ്ക്ക് മുമ്പ് തന്നെ ഈ ക്ലാസിഫിക്കേഷൻ വരാനുള്ള കാര്യം മൊബൈൽ ഫോൺ അന്ന് ഉപയോഗിച്ചിരുന്നതും അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ്, ബ്രെയിനിലുണ്ടാകുന്ന ക്യാൻസേഴ്സും ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവർക്ക് സംശയമുണ്ടായി. അങ്ങനെയാണ്
ഇത് ക്ലാസിഫൈ ചെയ്യാനുള്ള കാര്യം. അപ്പൊ ഇതിൽ നിന്ന് വമിക്കുന്ന വേവ്സിനാണ് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പൊ ചിലർ ചോദിക്കും ഇത് റേഡിയേഷൻ ആണോ? ആക്ച്വലി റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നു, ഇത് എക്സ്റേ ഒന്നും അല്ലല്ലോ സാറ്, CT സ്കാൻ അല്ലല്ലോ, ഇറ്റ് ഈസ് നോട്ട് അതർ റേഡിയേഷൻ ലൈക്ക് എക്യുപ്മെന്റ്സ്. പക്ഷേ ഈ ഫ്രീക്വൻസീസ് അയണൈസിങ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹയർ ഫ്രീക്വൻസി തരുന്ന റേഡിയേഷൻസ് ഉണ്ട്, അതാണ് ഈ എക്സ്റേ മെഷീന്, ഗാമ റേസ്, അതായത് CT സ്കാന്, ഇങ്ങനെ എക്സാമ്പിൾസ്. എന്നാൽ ലോവർ ഫ്രീക്വൻസി ഉണ്ട്, അതിൽ നിന്ന് വരുന്നതാണ് അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ ഫ്രീക്വൻസി വേവ്സ്, എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി വേവ്സ്. ഇതെല്ലാം നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. അപ്പം മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേവ്സ് ആക്ച്വലി നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. അപ്പം വൺ വേ ഇറ്റ് ഈസ് എ റേഡിയേഷൻ. ഇപ്പം ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഈ ഇലക്ട്രിക് ലൈൻസിൻ്റെ പോകുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, സാറേ ഈ 11 kV വയറിൻ്റെ അടിയിൽ, കമ്പിയുടെ അടിയിലൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ, റേഡിയേഷൻ ഉണ്ടോ എന്ന്. പക്ഷേ എക്സ്ട്രീംലി ലോ ആണ്, എങ്കിലും ലോങ് ടേം ഇഫക്റ്റ് ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാമായിരിക്കാം. അതുപോലെ തന്നെ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്നത്. ഇൻഫ്രാറെഡ് ലൈറ്റ് വരുന്നത് എല്ലാം ലോ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് ഇതിനെ നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേ, ഗാമ റേഡിയേഷൻസ് എക്സെട്ര ആർ ദി അയണൈസിങ് റേഡിയേഷൻ. അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻസ് കൂടുതലാണ്, അത് നമുക്ക് കൂടുതൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെല്ലുലാർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ വൈദ്യുതകാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത്. മൊബൈൽ ഫോൺ emits electromagnetic waves emitted by the cell phone to connect the cellular network. നമ്മൾ എപ്പോഴും മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു ആ സമയത്ത് റേഡിയേഷൻ ഉണ്ടാകുന്നുള്ളൂ, അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പരക്കുന്നുള്ളൂ. അതിൽ നിന്ന് തരംഗങ്ങൾ പോയ ടവറിലേക്ക് പോവുകയും ടവറിൽ നിന്ന് വരുന്ന ഇൻകമ്മിങ് മെസ്സേജസും ദാറ്റ് വിൽ ഓപ്പൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, സാറേ ഞാൻ ഓഫ് ചെയ്തിട്ട് എൻ്റെ പോക്കറ്റിലാണല്ലോ വെച്ചേക്കുന്നത്, പിന്നെന്താ കുഴപ്പം? പക്ഷേ എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ഇമെയിൽ വന്നുകൊണ്ടിരിക്കും, പല വേവ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വേവ്സ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയും. ഇവിടെ എന്തോ ഇരുന്ന് വിറയ്ക്കുന്ന പോലെ തോന്നും. നമ്മുടെ പോക്കറ്റിൽ വെക്കുമ്പോൾ അതിൻ്റെ ഹൃദയം അതിൻ്റെ തൊട്ട് പുറയില്ല, അതിൻ്റെ തൊട്ട് പുറയിലായിട്ട് നമുക്ക് ഹാർട്ട് ഇങ്ങനെ തുടിക്കുന്നതായിട്ട് തോന്നാം. അതൊരു ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയാം. അപ്പം തുടിപ്പുകളും ഇടുപ്പുകളും ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പം അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നുമില്ല. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഇൻകമിങ് കോൾ വന്ന് ഓൺ ചെയ്യുമ്പോഴേ അത് ഓപ്പൺ ആവുന്നുള്ളൂ. അതിനുവേണ്ടി അവർ പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി, സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 1.6 വാട്ട് kg 1 ഗ്രാം മനുഷ്യ ശരീരത്തിൻ്റെ ഹ്യൂമൻ ടിഷ്യൂവിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോബ്ലം ഉണ്ടാകത്തില്ല. പക്ഷെ അതിലുപരിയായി പോയാൽ നമുക്ക് റേഡിയേഷൻ ഹസാർഡ്സ് ഉണ്ടാകാം. അത് ടിഷ്യൂ ഒത്തിരി ഓവർ ഹീറ്റ് ഉണ്ടാക്കും, അതിൽ നിന്നാണ് ഈ റേഡിയേഷൻ ഉണ്ടാക്കാം. നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴും ഈ ചെവിയോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ സ്കള്ള് വളരെ കട്ടി കുറഞ്ഞതാണ്. മുമ്പേ ഞങ്ങളുടെ മോഡറേറ്റർ മിസ്റ്റർ അനിൽ മനോരമയിൽ നിന്ന് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. അതിൽ നിന്നുള്ള ആ റേഡിയേഷന് തലച്ചോറിനകത്തെ കോശങ്ങളിലെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം 1.6 വാട്ട്സ് kg ആവറേജ്ഡ് ആണ് ഓവർ 1 ഗ്രാം ഹ്യൂമൻ ടിഷ്യൂ റെഗുലേഷൻ ഫ്രം ദ ടവേഴ്സ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ അനുസരിച്ച് പല ടവറിലും ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അതിന് അപ്രകാരമായ വാട്ട്സ് പെർ kg ഉണ്ടായേക്കാം. ഇതൊരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ. ഒരു മുള്ളുകളുള്ള ഒരു കൂട്ടുകാരന് അവൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ വിഷമമാണ്. കാരണം അവൻ്റെ മുള്ളുകൾ അവരുടെ ദേഹത്ത് കൊള്ളും. വൈകിട്ട് സ്കൂളിൽ വീട്ടിൽ പോകാൻ നേരവും ബസ്സിൽ കയറാൻ നേരവും മുള്ളുകളുള്ളത് കൊണ്ട് അവൻ ഇരിക്കാൻ പറ്റത്തില്ല. അവന് വളരെ വിഷാദമുണ്ട്, വിഷമമുണ്ട്. ബോൾ കളിക്കുമ്പോൾ അവന് ബോൾ കളിക്കാൻ പറ്റുന്നില്ല.
അവനെ ആരും ആട്ടുന്നില്ല. വളരെ വേദനകരമായ ഒന്നാണ്. ഒരു കുഞ്ഞ് വൈകൃതങ്ങളും വികൃതങ്ങളും കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. നമ്മൾ അറ്റൻഷൻ കൊടുക്കാറുമില്ല. അപ്പോഴാണ് കൂട്ടുകാരൊരു പ്ലാൻ ചെയ്തു, അവനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അവൻ നോക്കിയപ്പോൾ ഒന്നുമില്ല അതിനകത്ത്, വെറും തെർമോക്കോളിന്റെ മാത്രം. ആ ഓരോ തെർമോക്കോൾ എന്തിനാണെന്നറിയാമോ? ഈ ഓരോ മുള്ളുകളെ ചേർത്ത് പിടിപ്പിച്ചു. അപ്പൊ ആരുടെയും ദേഹത്ത് മുള്ളുകൾ കൊള്ളത്തില്ല. കൂട്ടുകാരെല്ലാം വന്ന് ഉമ്മ വെക്കുന്ന ഒരു പിക്ചറാണ്. സംടൈംസ് നമുക്ക് ഇങ്ങനെയുള്ള ഇറസിസ്റ്റബിൾ കുഞ്ഞുങ്ങളെ ഓവർകം ചെയ്യേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. ഹൗ ടു ഓവർകം? നമ്മൾ അവരെ സ്നേഹിക്കുകയും നമ്മൾ വളരെ ക്ഷമയോടെ ബി പേഷ്യൻ്റ് എന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെയും പേഷ്യൻസ് ഇല്ല. അവർ ജോലിക്ക് പോകുന്നു, അവർ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ തന്ത്ര പ്രശ്നങ്ങളും വികൃതങ്ങളെയും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ പിന്നെയും മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കും. അവരെ സ്നേഹിപ്പാനായിട്ട് കഴിയുന്നില്ല. അവരെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് പ്രത്യാശയില്ലാതാവരുത് പേരൻസ്. ഒരിക്കലും ചിന്തിക്കരുത് ഇതുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങളിത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു 2 വർഷം, എൻ്റെ എക്സ്പീരിയൻസിൽ 2 വർഷം എടുക്കും അവർ നോർമൽ ലൈഫിലേക്ക് എത്താൻ. അവർ തീർച്ചയായിട്ടും നോർമൽ ലൈഫിലെത്തും. ഒരിക്കലും നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ വളരെ ക്ഷമയോടെ ആ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാനായിട്ട് കഴിയണം. അതിനുള്ള ശക്തിയും ബലവും സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ. ആദ്യം ഈ ഫോൺ ഉണ്ടാകുന്നത് 1973 മോട്ടോറോള ഡൈനാടാക് 8000X എന്ന് പറയുന്ന ഒരു മോട്ടോറോള ഫോണാണ് ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരാളാണ് 1973 ഈ ഫോൺ കണ്ടുപിടിക്കുകയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഈ മനുഷ്യൻ ആദ്യമായിട്ട് ഫോൺ കോൾ നടത്തിയതും ഏപ്രിൽ 3, 1973. ഇതിന് 1 കിലോ ഭാരമുണ്ട്. ഈ 1 കിലോ ഭാരം ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഈ 1 കിലോ ഫോൺ എടുത്തുകൊണ്ട് നടക്കത്തുമില്ല. അപ്പൊ അത്രമാത്രം സയൻസും പിന്നെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞതുകൊണ്ട് ഇലക്ട്രോണിക് ഫീൽഡും അത്രമാത്രം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് വളരെ കയ്യിൽ ഒതുങ്ങുന്ന തിന്നായിട്ടുള്ള 0.5 സെന്റിമീറ്റർ കനമുള്ള അല്ലെങ്കിൽ വെറും 300 ഗ്രാം 200 ഗ്രാം ഭാരമുള്ള ഫോണായിട്ട് വന്നതുകൊണ്ടാണ് ഈ കൂടുതൽ നമുക്ക് കൊടുക്കാനായിട്ട് തോന്നുന്നത്. അപ്പം മൊബൈൽ ഫോണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈസ് എ ലോ പവേർഡ് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്ററാണ്. പലരും ചോദിക്കും, സാറേ ഇത് മൊബൈൽ ഫോൺ ഞങ്ങൾക്ക് റേഡിയേഷൻ ഇത് പ്രശ്നമാണോ? അങ്ങനെ ചോദിച്ചാൽ ഈ ലോ പവേർഡ് റേഡിയോ ഫ്രീക്വൻസി കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കുകയില്ല. പക്ഷെ ഉണ്ടാക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഓഫ് എക്സ്പോഷർ. എത്ര സമയം നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിൽ നിന്ന് യൂഷ്വലി പുറപ്പെടുവിക്കുന്നത് അതിൽ നിന്ന് ഫ്രീക്വൻസീസ് 450 മുതൽ 2700 മില്ലി ഹെർട്സ് ആണ് പുറപ്പെടുവിക്കുന്നത്. 2 വാട്ട്സ് വരെ അതിൽ നിന്ന് പുറപ്പെടുവിക്കാം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വെനെവർ ഇറ്റ് ഈസ് ടേൺ ഓൺ, മൊബൈൽ ഫോണ് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഈ പവർ എക്സ്പോഷർ നമ്മുടെ ശരീരത്തേക്ക് വരുന്നുള്ളൂ. അവർ സ്റ്റഡീസ് പറയുന്നത് ഏകദേശം ഒരു 30 സെന്റിമീറ്റർ അല്ലെ 1 അടി അല്ലെങ്കിൽ ഒരു 1.5 അടി അകലെ വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സിന്റെ എക്സ്പോഷർ കുറവായിരിക്കും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്കറിയാം നമ്മളെല്ലാവരും ടാബ് അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, വാട്സപ്പ്, ഇമെയില് അല്ലെങ്കിൽ ടെലഗ്രാം, ഏതെല്ലാം ആപ്പ് ഉണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ നോക്കുന്നു. കൂടുതൽ സമയം ചെവിയിൽ വെക്കുന്നില്ല. നമ്മുടെ കോള് വരുമ്പോഴാണ് ചെവിയിൽ വെക്കുന്നത്. അപ്പൊ ചെവിയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ടിഷ്യൂവായിട്ട് സ്കിന്നുമായിട്ട് ജോയിൻ ചെയ്ത് ചേർത്ത് പിടിക്കുന്നതാണ് കൂടുതൽ എക്സ്പോഷറിന് ഇടയാകുന്നത്. അപ്പൊ ഹാൻഡ്സ് ഫ്രീ ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ടാബ് നമുക്ക് സിം കാർഡ് ഇല്ലാതെ വൈഫൈന്ന് വരുന്ന ടാബിൽ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ നോക്കേണ്ടി വരും. നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് അതിൻ്റെ ടൈം എക്സ്പോഷർ ടൈം സയൻറ്റിഫിക് ഫീൽഡിലുള്ളവർ എക്സ്പെർട്ടിസ്റ്റ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും 2 മണിക്കൂറിൽ മേലെ എക്സ്പോഷർ ടൈം വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് വളരെ ദൂരെ നിന്ന് ഇത് കാണിക്കാനായിട്ട് പറ്റും.
അപ്പം ഹാൻഡ്സ് ഫ്രീ ഡിവൈസായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് മിറർ ഇമേജ് ഇപ്പോഴത്തെ ടി വിയിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പം കുഞ്ഞുങ്ങൾക്ക് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പോൾ നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. കാരണം ഈ കോവിഡിന്റെ ഇറ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴും നമ്മൾ എന്തിനു കൊടുക്കുന്നു? ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പേ 20 വർഷങ്ങൾക്ക് മുമ്പും എനിക്കിന്ന് 38 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുമായിരുന്നു, കുഞ്ഞുങ്ങൾ ജോലി കിട്ടി ശമ്പളം മേടിച്ചിട്ട് അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് എന്നോട് പലർക്കും വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ റേഡിയേഷൻ ഹസാർഡ് തുടങ്ങിയത് നമ്മുടെ ഈ കോവിഡിന്റെ കാലയളവിലും അതുപോലെ ഗവൺമെന്റും എന്നെ തോൽപ്പിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ഈ മൊബൈൽ ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. എനിക്ക് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുകയില്ല. എന്നാൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ യൂസേജ് നിർത്തണം. കാരണം ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹാൻഡ്സെറ്റ് നമ്മൾ കഴിവതും ഒരു 1.5 അടി ദൂരെ കാണിക്കുകയാണെങ്കിൽ എക്സ്പോഷർ കുറവായിരിക്കും. ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെൻ യു കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഈ ഫോണിൻ്റെയൊക്കെ കുറച്ച് റേഡിയോ ഫ്രീക്വൻസി വേവ്സിൻ്റെ വാട്ട്സ് പെർ kg കാണിക്കുന്നുണ്ട്. അതിലേറ്റവും കുറഞ്ഞത് സാംസങ് ഗാലക്സി 0.34 ആണ്, ലോവസ്റ്റ് ടു ഹയസ്റ്റ് 1.34. ഏറ്റവും കുറഞ്ഞത് ആപ്പിൾ ഐഫോൺ സീരീസ് ആണ്, 0.9 to 1.1 വരുന്നുള്ളൂ. അതേസമയത്ത് വൺ പ്ലസും ഹുവായി ടെലഫോണും ഗൂഗിൾ പിക്സലും തീർച്ചയായിട്ടും അതിൻ്റെ റേഡിയേഷൻ ഫ്രീക്വൻസീസ് വളരെ ഹൈ ആണ് കാണിക്കുന്നത്. അപ്പം ഈ ഹൈ റേഞ്ച് വരുന്നത് ഫ്രീക്വൻസി ഇല്ലാത്തടത്ത് നമ്മൾ വരുമ്പോൾ ഈ വരകൾ 5-6 വരകൾ കാണാം. അതിൽ 2 എണ്ണം 1 കാണിക്കത്തുള്ളൂ. അന്നേരവും നമ്മൾ ട്രൈ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ നമ്മൾ കാറിൽ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ സംഭവിക്കാം. ആ സമയത്ത് ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വളരെ ഡ്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ്റെ പവറും വാട്ട്സ് പെർ kgയും വളരെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഹയസ്റ്റ് കാണിക്കുന്നത് നമുക്ക് റേഞ്ച് ഇല്ലാത്തടത്ത് വരുന്നത്, നല്ല റേഞ്ച് ഉള്ളിടത്ത് ആണെങ്കിൽ സാംസങ് 0.34 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് അനുസരിച്ച് ചില മൊബൈൽ ഫോണിലുള്ള റേഡിയോ ഫ്രീക്വൻസി വേവ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മൊബൈൽ ഫോണ് റേഡിയേഷനിൽ ഇനി ഇതെങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സം ഓഫ് ദി സ്റ്റഡീസ് വെരി ക്ലിയർലി സേസ് ദാറ്റ് ഇതിൻ്റെ നമ്മുടെ ബ്രെയിനിൽ സർക്കുലേഷൻ നടക്കുമ്പോൾ ഈ ടോക്സിൻസ് എല്ലാം ഫിൽട്ടർ ചെയ്യുന്ന ഒരു ബാരിയർ ഉണ്ട്. അതായത് നമുക്കൊരു കമ്പി വേലി പോലെ, മതിൽ കെട്ടുന്നത് പോലെ, ഒരു വേലി പോലെ, അതിൽ നിന്ന് എല്ലാ കൊച്ചു കൊച്ചു ജീവികൾക്കും ഒന്നും ആ മതിൽക്കെട്ടിനുള്ളിൽ കയറാൻ പറ്റത്തില്ല. കാരണം നെറ്റ് പോലെ ഒരു സാധനം വെച്ചേക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ബ്രെയിനിലേക്ക് പോകുന്ന സർക്കുലേഷന് ഒരു ഫിൽട്ടർ ഉണ്ട്. അതിന് പറയുന്നതാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, BBB. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കുഞ്ഞു കുഞ്ഞു രക്തത്തിൻ്റെ കോശങ്ങളായിട്ടാണ് ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചേക്കുന്നത്. അതിന് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയും. ഈ എൻഡോത്തീലിയൽ സെൽസ് ഈ ബ്രെയിനോട് നിങ്ങൾ ചേർത്ത് വിളിച്ച് എത്ര നേരം സംസാരിക്കും, നിങ്ങൾ കുറച്ചു നേരം വിളിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ വെക്കുന്ന ഭാഗം കംപ്ലീറ്റ് ചൂടാകുന്നത്. ടിഷ്യൂ വിൽ ബി ഹീറ്റഡ് അപ്പ്. അതിൽ നിന്ന് വരുന്ന റേഡിയേഷനാണ് ഈ എൻഡോത്തീലിയൽ സെൽസിൻ്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നതും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകും, അതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, DNA ഡാമേജ് ഉണ്ടാവും. അതിൻ്റെ ബ്രെയിൻ ബാരിയർ എൻഡോത്തീലിയൽ ഡാമേജ് കോശങ്ങളെ നശിപ്പിക്കാനിടയുണ്ടാകും. അങ്ങനെ ചില കേസുകളിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുന്നു, കാണുന്നു. എങ്കിലും യഥാർത്ഥമായിട്ട് ഇന്നും സയൻറ്റിഫിക്കലി നമുക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ റേഡിയേഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ ടൈം വളരെ കൂടുതലാണെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ സിംറ്റവും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായിട്ട് ചേർത്തിണക്കുമ്പോൾ തീർച്ചയായിട്ടും അമിതമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ന്യൂറോളജിക്കലായിട്ട് അവർ നോക്കുമ്പോൾ റേഡിയേഷൻ എക്സ്പോഷർ ലീഡ് ടു അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ദി ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലെ ന്യൂറോൺസിന്റെ അബ്നോർമൽ ഡെവലപ്മെന്റ്
അവർ ആനിമൽ മോഡൽ സ്റ്റഡീസ് നടത്തുമ്പോൾ അവർ ചിന്തിക്കുന്നത് ദാറ്റ് ക്യാൻ ബി ലിങ്ക് ടു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അറ്റൻഷൻ ഇല്ലാതെ അതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങൾ വികൃതത്തരം കാണിക്കുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി, ഒന്നിലും ഒരു സെക്കൻഡ് പോലും ഇരിക്കുകയില്ല. അവർ മേശപ്പുറത്തിരിക്കുന്ന അതെടുത്തു ഇതെടുത്തു അവരുടെ കളിപ്പാട്ടം എടുത്ത് തിരിച്ചു മറിച്ചു, ചിലപ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണത്തിന് വേണ്ടി മാത്രം പിന്നെ പിടിച്ചിരുത്തി നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അപ്പം ഈ അബ്നോർമൽ ഡെവലപ്മെന്റ് ക്യാൻ ബി പോസിബിൾ. അപ്പോൾ അവരിൽ നിന്ന് ഒത്തിരി ആങ്ഷൈറ്റി ഡിസോർഡേഴ്സ്, അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നു. ഹിപ്പോ ക്യാമ്പിൽ ബ്രെയിനകത്തെ ഒരു അവയവമാണ് ഹിപ്പോ ക്യാമ്പൽ. ഈ ഹിപ്പോ ക്യാമ്പസിന്റെ ഇന്റഗ്രിറ്റി, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഡാമേജ് ചെയ്യുന്നതായിട്ട് സ്റ്റഡീസ് ഉണ്ട്. നമുക്കെന്നാൽ കൂടുതൽ പബ്ലിക്കേഷൻസ് വരാത്തതുകൊണ്ടാണ് ഇത് കൺഫേം ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് കുഞ്ഞുങ്ങൾ, എനിക്കൊരു ആവറേജ് 1 to 2 ചിൽഡ്രൻ കാർഡിയാക് ഡിസീസിനാണ് വരുന്നതെങ്കിലും അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പോലും വളരെയധികം ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഫോൺ കൊടുത്തില്ലെങ്കിൽ ഉടനെ അപ്പൻ്റെ ഉടുപ്പുകളെല്ലാം വലിച്ചു പറിക്കുകയും ബട്ടൺസ് വലിച്ചു പറിക്കുകയും അവർ വളരെയധികം ടെമ്പർ ടാൻട്രമായിട്ട് മാറുകയും ഭയങ്കര വയലൻ്റ് ആകുകയും ഒക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. അത് ഓരോ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. അവരെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അത്രയും ആ ലെവലിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പോയവർക്കും അങ്ങനെയുള്ള അവസ്ഥ ഉള്ളവർക്കും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. ദൈവമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് നൽകിയത്. നമ്മൾ പ്രാർത്ഥനയോടും വളരെ ക്ഷമയോടും സ്നേഹത്തോടും ആ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 2-2.5 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞുങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ വരാറുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരെ നിങ്ങൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ വലുതാകും തോറും പ്രശ്നമാകും. കഴിഞ്ഞ ദിവസം പ്ലസ് ടു ഉള്ള ഒരു കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര മാനസിക ഭ്രാന്തിയും അതുപോലെ തന്നെ ഭയവുമാണ്. ഞാനപ്പോൾ തമാശയ്ക്ക് ചോദിച്ചു, നീ കടമറ്റത്തത്തിനാറ് സിനിമ എല്ലാം കാണുന്നുണ്ടോ, അല്ലെ ഹാരി പോട്ടർ എല്ലാം കാണുന്നുണ്ടോ, തമാശ പറയും ചിലപ്പോൾ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര ഭയം. ചില കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയും, നെഞ്ച് സാറേ പടപടപടാന്ന് ഇടിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിറയൽ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനേക സ്വഭാവ വൈകല്യങ്ങൾ വലുതായാലും കാണിക്കും. ഈയിടെ ഒരു മോനെ നേഴ്സിംഗ് കോളേജിൽ കൊണ്ടുവിട്ടു. അവൻ ഒരാഴ്ച പോയി തിരിച്ചു വന്നു. പിന്നെ അവൻ പോത്തില്ല. വീട്ടിൽ മുറി പൂട്ടിയിട്ടിട്ട് ഈ മൊബൈൽ ഫോൺ കാണുക. അവർക്ക് കൊടുത്ത തുകയും നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം നമ്മൾ കൊച്ചിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. അപ്പം നുള്ളേണ്ടടുത്ത് നമ്മൾ നുള്ളി കളഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാം ബിസിയാണ്. പേരൻസ് ആർ സോ ബിസി. ജോലിക്ക് പോകുന്നത് കൊണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇനി കെയർ ടേക്കറിൻ്റെ അല്ലെങ്കിൽ സെർവന്റിലെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവര് ഈ മൊബൈൽ ഫോൺ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ പണി നോക്കും. അപ്പം അതിന് കുവൈറ്റിൽ നിന്നും മറ്റുള്ള രാജ്യത്തു നിന്നൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. സംസാരിക്കുന്നില്ല സാറേ എന്നും പറഞ്ഞ് 2 വയസ്സ് 4 വയസ്സായിട്ട് സംസാരിക്കാത്ത കേസുകളുണ്ട്. അവരിൽ മൊബൈൽ ഫോൺ സ്റ്റോപ്പ് ചെയ്ത് 1 ഇയർ കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, പ്രത്യാശ കൈവിടരുത്. പക്ഷേ ഇറ്റ് ടേക്ക് ടൈം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കത്തില്ല. ഒരു 2 വർഷമെങ്കിലും അതിൻ്റെ ബ്രെയിൻ ഇഫക്റ്റ് വരാൻ സമയമെടുക്കും. അതിൻ്റെ കൂടെ ചില ബൂസ്റ്റിംഗ് മെഡിസിൻസും ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് തന്നെ ചെറിയ ക്യാമറ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചു വെച്ചാൽ ഈ കെയർ ടേക്കർ അല്ലെ സെർവൻസ് എന്താണ് ഈ കുഞ്ഞിന് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ പലപ്പോഴും മാതാക്കളോട് പറയും, കുഞ്ഞുങ്ങൾ വിശക്കുമ്പം പണ്ട് പാല് താ അമ്മയെന്നും പറഞ്ഞ് വരുമായിരുന്നു. അവർ പാല് താന്ന് വിശക്കുമ്പം തീർച്ചയായിട്ടും പറയും. നമ്മൾ എന്തിനാ പ്രഷറൈസ് ചെയ്ത് ഈ മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് അവരെ ഭക്ഷണം എല്ലാം കൂടെ നമ്മൾ ഉള്ളിലാക്കുന്നത്? അതും കൂടാതെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റേ പാടുള്ളൂ. അത് മാതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് അമിതമായ വെയിറ്റും വെക്കുന്നുണ്ട്. അത് ഒട്ടും നല്ലതല്ല. അവർ വലുതാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ സ്പോർട്സും ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളതുപോലുള്ള വ്യായാമങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളാരും ചെയ്യുന്നില്ല. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബേക്കറി പലഹാരങ്ങൾ കഴിച്ച് ടിവിയുടെ മുമ്പിലിരിക്കുകയാണ്. അവർ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട് അവർ വളരെയധികം വണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു രോഗമായി തീരുന്നു. 30 വയസ്സിനുള്ളിൽ തന്നെ എത്ര പേർക്ക് ഡയബറ്റീസ് തുടങ്ങുന്നു, പ്രഷർ തുടങ്ങുന്നു, ഷുഗർ തുടങ്ങുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാതാക്കൾ അങ്ങനെ നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളെ പെറ്റാക്കരുത്. അവർക്ക് വേണ്ട ഭക്ഷണം അവരുടെ സമയമാകുമ്പോൾ അവർ കഴിച്ചോളും. അല്ലെങ്കിൽ പണ്ട് കിളിയും പൂച്ചയും കാണിച്ച് കഴിച്ച കാലം പോയില്ലേ?
എന്തുകൊണ്ട് മറ്റുള്ള എന്തെങ്കിലും കാണിച്ച് നമുക്ക് ഭക്ഷണം കൊടുത്തുകൂടെ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ഈ കാണുന്ന അഡ്വേഴ്സ് ഇഫക്ട്സ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഹൈപ്പർ ആക്ടിവിറ്റി. മുമ്പേ ഞാൻ പറഞ്ഞു, വളരെയധികം വിരളിയാണ്. ഇന്ന് വന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഞാൻ പരിശോധിക്കാൻ തന്നെ കസാര ഇരിക്കത്തില്ല. ഉടനെ ടേബിളിൽ വന്ന് എൻ്റെ കളിപ്പാട്ടങ്ങളും അതും ഇതെല്ലാം, അതൊരു അട്രാക്ഷനാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഹി കനോട്ട് സിറ്റ് ഇൻ എ കാം പൊസിഷൻ. വളരെ വിഭ്രാന്തം കാണിക്കുന്ന കുഞ്ഞ്, അത് ഹൈപ്പർ ആക്ടിവിറ്റി. അറ്റൻഷൻ ഡെഫിസിറ്റും അതുപോലെ തന്നെയുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് നമ്മൾ വിളിച്ചാലും ഒന്നും അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഓട്ടിസം, ഞാൻ ഒരിക്കലും പറയത്തില്ല ഓട്ടിസം മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ ഓട്ടിസം വരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളിൽ ഈ മൊബൈൽ ഫോൺ കൂടുതൽ ടൈം എക്സ്പോഷർ ആക്കിയാൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതൊരു സ്റ്റിമുലൻ്റ് ആണ്. നിങ്ങളെ വെറുതെ ഇരിക്കുന്ന ഒരാളിനെ ഒരു മുട്ടസൂചി കൊണ്ട് ഒരു കുത്തുമ്പം ചാടി എഴുന്നേക്കുന്നെന്ന് പറഞ്ഞ പോലെ അതിനെ ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വന്നാൽ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയും. അത് അവർ പലപ്പോഴും നമ്മൾ പേരെന്താ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്താന്ന് പറയും. എന്താ കഴിച്ച് നമ്മൾ എന്ത് പറയുന്നു അത് ഏറ്റു പറയും. ദാറ്റ് ഈസ് കോൾഡ് എക്കോലേലിയ. എക്കോലേലിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടിസം സസ്പെക്ട് ചെയ്യണം. എന്നാൽ നിങ്ങളെ ഐ കോണ്ടാക്ട്, അതായത് നിങ്ങളെ നേരിട്ട് നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർ ഓട്ടിസം അല്ല. പക്ഷെ വൺ വേ ഇറ്റ് ഇസ് ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ അടിയിൽ വരും. ഈ ഓട്ടിസം സ്പെക്ട്രം നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഉള്ള പാനലിസ്റ്റ് ഒക്കെ പറയും. അപ്പം ഒരിക്കലും പ്രത്യാശ നമ്മൾ കൈവിടാൻ പാടില്ല. അപ്പം മൊബൈൽ ഫോണ് ചിലപ്പോൾ നിങ്ങൾ അൺനെസസറി ആയിട്ട് എക്സ്പോഷർ ടൈം കൂട്ടിയാൽ ഈ ഓട്ടിസം ചിലപ്പോൾ പുറത്തിയാടാം, അല്ലെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അത് എൻ്റെ ഒരു നിഗമനമാണ്. സയന്റിഫിക് എവിഡൻസ് പറയാൻ പറ്റുന്നില്ല. ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പല കുഞ്ഞുങ്ങളും വരുന്നുണ്ട് ഉറക്കം കിട്ടുന്നില്ലെന്നും പറഞ്ഞു. ഉറക്കമില്ലായ്മ, പ്രായമുള്ള അമ്മച്ചിമാരാണ് പറയുന്നത്, സാറേ ഇപ്പോൾ ഉറക്കം കൂടുതൽ കിട്ടുന്നില്ല, അതിന് ഉറങ്ങാൻ മരുന്ന് വേണം. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ലീപ്പ് ഡിസോർഡർ വരാം. ഇതെല്ലാം ബിഹേവിയറൽ അബ്നോർമാലിറ്റിക്കകത്ത് വരാം. ആങ്ഷൈറ്റി വരാം, നെഞ്ചിടിപ്പ് വരാം, അതുപോലെ ഈ ഡിജിറ്റൽ ഗെയിം ഡിസോർഡേഴ്സ് വരാം. അത് വേറൊരു ഭാഗം, അതിനെക്കുറിച്ച് ഞാനിന്ന് സംസാരിക്കുന്നില്ല. അത് ഒരു അഡിക്ഷനാണ്. നമ്മൾ ഈ മൊബൈൽ ഫോൺ ഒരുപക്ഷെ അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത് പോലെ ഡ്രഗ്സ്, മാർജുവാനയും കഞ്ചാവും അതുപോലെ തന്നെ സ്റ്റാമ്പും നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന സാധനങ്ങളും കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്ക് പാക്കൊക്കെ നിങ്ങൾ നോക്കണം. ചിലപ്പോൾ 10 രൂപ നോട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സ്നേഹിക്കുകയും ഇന്ന് എന്താ പഠിപ്പിച്ചത്, ഏത് ടീച്ചറാണ് പഠിപ്പിച്ചത്, അതുപോലെ അവരുമായിട്ട് പുറത്തിറങ്ങി ബാഡ്മിൻ്റൺ കളിക്കുകയോ എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആക്ടിവിറ്റി കളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും, നമുക്ക് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പറ്റും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ തന്നെ പറയും ഇന്ന് ആരാ കണ്ണ് കാണിച്ചത്, അല്ലെങ്കിൽ ആരാ എന്നെ കളിയാക്കിയത്, ഇതെല്ലാം അവർ തുറന്നു പറയും. ഒരിക്കലും അവർ സ്വന്തമായി ജീവൻ നിർത്താൻ, അതായത് ഒരു സൂയിസൈഡ് ടെൻഡൻസിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതിൽ നിന്ന് സൂയിസൈഡ് ടെൻഡൻസി ഒഴിവാക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ട് വളരെയധികം ഇടപഴകുകയും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയുന്നത് ആങ്ഷൈറ്റി, ഫിയർ, പാൽപിറ്റേഷൻ, ബിഹേവിയറൽ ചേഞ്ച്, സീഷർ ലൈക്ക് ആക്ടിവിറ്റി, ചിലർ ഇങ്ങനെയൊക്കെ വിറയ്ക്കുന്ന പോലെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ഇൻക്രീസ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. അവർ ഭയങ്കര മടി പിടിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഒരു കാരണവശാലും എക്സസൈസ് ചെയ്യത്തില്ല. ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഡിസറപ്ഷൻ ഉണ്ടാവുന്നു. അതുപോലെ മൈൽ സ്റ്റോൺ ഡിലേ ഉണ്ടാവുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്പീച്ച് ഡിലേ, സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ഐ സ്ട്രെയിൻ. അപ്പോൾ നമ്മുടെ പഠനം തെളിയിക്കുന്നത് 2 വയസ്സിന് മുമ്പ് നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കാണിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് 5 വയസ്സിന് മുമ്പ് നിങ്ങൾ മൊബൈൽ ഫോൺ കാണിക്കരുത്. 5 വയസ്സിന് മുകളിൽ ഇന്നലെ UAE നിന്ന് വന്നവർ പറഞ്ഞു, സാറേ ഇപ്പോഴും അവരുടെ ക്ലാസ് കുറച്ച്
സിലബസ് എല്ലാം മൊബൈൽ ഫോണിലാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ 5 വയസ്സിന് മുകളിലാകുമ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ റേഡിയേഷൻ ഹസാർഡ് കൂടുതലാവുന്നില്ല. കാരണം അവരുടെ ആ വളർച്ച കുറച്ച് കഴിഞ്ഞു. അതിൽ നിന്ന് കൂടുതൽ ടൈം എക്സ്പോഷർ ഒഴിവാക്കാനായിട്ട് മൊബൈൽ ഫോൺ മിറർ ഇമേജ് നമുക്ക് പിന്നെ ടി വിയിലോട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ടാബ് മേടിച്ചിട്ട് വൈഫൈ വഴി കൊടുക്കാം. സിം ഇടുന്നത് ടാബിൽ ഡേഞ്ചറാണ്, അതിൽ റേഡിയേഷൻ വലിച്ചു പിടിക്കും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകാം, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കാം. അപ്പോൾ കാഴ്ച നമ്മൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഇഫക്ട്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ ഫോർ അഡിക്ഷൻ ഞങ്ങൾ നോക്കുമ്പോൾ, ഒന്ന് 2 വയസ്സിന് മുമ്പ് നമ്മൾ മൊബൈലും ലാപ്ടോപ്പും കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് തീർച്ചയായും അവർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകും. ഞാൻ തമാശ പറയും, പണ്ട് ഈ വെറ്റില മുറുക്കുമ്പോൾ വെറ്റില ഇലയിൽ ഞരമ്പ് കളഞ്ഞിട്ട് ചുണ്ണാമ്പ് ഇങ്ങനെ തേക്കാറുണ്ട്. അപ്പോൾ ഈ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ മൊബൈൽ ഫോൺ തൂത്തുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാലും വരുന്ന ബസ്സിന്റെ ബോർഡും വായിക്കുന്നില്ല, ബസ് കടന്നു പോകുന്നു. ചിലപ്പോൾ 2ാമത്തെ 3ാമത്തെ ബസ്സായിരിക്കും അവർക്ക് കിട്ടുന്നത്. അവരെപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂൾ കുഞ്ഞുങ്ങളിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒത്തിരി അറ്റാക്കുകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പേരൻസിനെ അറിയിക്കണമല്ലോ. അതിന് നിങ്ങൾക്ക് 1000 രൂപ വിലയുള്ള ഡിസ്പ്ലേ സ്ക്രീൻ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലാത്ത ഫോൺ കിട്ടും. ജസ്റ്റ് ടച്ച് ഫോൺ, അത് അതിനെ ബട്ടൺ ഫോണ്. അത് നമ്മൾ അമ്മയും അപ്പായും വിളിക്കാനും എല്ലാം ഉപയോഗിക്കാമല്ലോ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെ കോണ്ടാക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അവർ അതിനകത്ത് യൂസേജ് നടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൊച്ചു ഫോണുകൾ അവർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ എവിടം വരെയായി, മോള് ഗേറ്റിൻ്റെ അവിടെ വന്നോ, പപ്പ വണ്ടിയായിട്ട് വന്നു കിട്ടുന്നുണ്ട്, അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ പൂർണ്ണമായി ഞാൻ ഒഴിവാക്കണമെന്ന് പറയത്തില്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് സർവ്വസമയം അതിൽ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ എപ്പോഴും ഐസൊലേറ്റഡ് ആയിപ്പോകും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും സഹകരിക്കണം, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കണം. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് പഠിച്ചു, എന്ത് മോനെ കാണിച്ചത്, ഇന്ന് സ്കൂളിൽ കളിക്കാൻ പറ്റിയോ, ഇന്ന് NCC ഉണ്ടായിരുന്നോ, ഇന്ന് ഡാൻസ് ടീച്ചർ വന്നോ, ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്ന് സ്വിമ്മിങ് ക്ലാസ്സിന് പോയോ. കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല സ്വിമ്മിങ് പൂൾ ഉള്ള സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് പഠിപ്പിക്കണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ്. എല്ലാ ശരീരത്തിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അനങ്ങുന്ന നല്ലൊരു എക്സസൈസാണ്. കാലറി ബേൺ ഔട്ട് ചെയ്യാനും വണ്ണമുള്ളവർക്ക് പോലും എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് സ്വിമ്മിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ എൻകറേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ദയവ് ചെയ്ത് സർവ്വസമയം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അനങ്ങാതിരിക്കരുത്. എല്ലാ വീട്ടിലും അനങ്ങാതിരിക്കും. ഈ കാര്യം എന്താ അനക്കം ഇല്ലാത്തത്, എല്ലാവരും അവരവരുടെ ഫോൺ മാന്തിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ഞങ്ങളിപ്പം ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് വാതിക്കൽ ടോക്കൺ നമ്പർ അല്പം ഡിലേ ആയാലും അവർക്ക് ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. കാരണം ഇത് മാന്തിക്കൊണ്ടിരിക്കുക. 12 മണി ആയാലും പ്രശ്നമില്ല. അപ്പം ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പം ലോങ് ടൈം യൂസ് ഓഫ് അഡൽട്ട് മെമ്പേഴ്സ് മേ ഇൻഫ്ലുവൻസ് ദ ടെംപ്റ്റേഷൻ. അപ്പം ചിൽഡ്രൻ ആർ നോട്ട് എൻകറേജിങ് ഫോർ റീഡിങ്, സ്പോർട്സ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് നിങ്ങൾ എൻകറേജ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പഴയ കാലത്തെ റീഡിങ് ഹാബിറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു നോവൽ വാങ്ങിക്കാനായിട്ട് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് അന്നത്തെ വിദ്യാർത്ഥി മിത്രം ബുക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്കൊരു 3 ലക്ഷം രൂപയുടെ ലൈബ്രറി ഉണ്ട്. അത് ഇപ്പോൾ മെഡിക്കൽ ലൈബ്രറി ആയിട്ട് മാറി. അന്ന് അതിനു മുമ്പ് ഒത്തിരി ഡിറ്റക്ഷൻ നോവലും കോട്ടയം പുഷ്പനാഥൻ്റെ നോവലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ റീഡിങ് ഹാബിറ്റ്സ് എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു? നമ്മുടെ കുഞ്ഞുങ്ങളാരും റീഡ് ചെയ്യുന്നില്ല. അപ്പം സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ നോവൽ എടുത്ത് വായിക്കുകയും ഇതിൽ നിന്ന് നമുക്ക് അവരെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക്കിന് ഇൻട്രസ്റ്റ് ഉള്ളവർ സമ്മർ വെക്കേഷനിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗിറ്റാറോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിപ്പിച്ചുകൂടെ? അത് കുഞ്ഞുങ്ങൾക്ക് എത്ര സന്തോഷം. നമ്മുടെ മനസ്സിൽ നിന്നാണ് പാടുകയും മ്യൂസിക് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അവരുടെ മനസ്സ് തന്നെ കൂളായി വരും. അത് പടം വരയ്ക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ മൈൻഡ് ഏറ്റവും റിലാക്സ്ഡ്. ആർട്ടിസ്റ്റുകൾക്കൊന്നും ഹാർട്ട് അറ്റാക്ക് ഉടനെ വരുത്തില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷം
അത് ചെയ്യുന്നത്. മാതാപിതാക്കൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നു, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എല്ലാം കുഷ്യനിലും ഒക്കെ തയ്ക്കുന്നത് എത്ര മനോഹരം. അത് അവരുടെ മനസ്സ് അലിഞ്ഞാണ്, മനസ്സ് ഹൃദയം തുറന്ന് തയ്ക്കുന്നത്. ഹൃദയം റിലാക്സേഷനാണ്. നിങ്ങളുടെ കൊറോണറി ആർട്ടറി പോലും വികസിക്കും. മാതാപിതാക്കൾ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നാരും ചിരിക്കത്തില്ല. ചിരിക്കുന്നത് പോലും എത്ര സന്തോഷമുള്ളതാണെന്നറിയാമോ? മനസ്സ് വികസിക്കുകയും കൊറോണറി ആർട്ടറി വികസിക്കുകയും ഹൃദയത്തിലോട്ടുള്ള രക്തോട്ടം കൂട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പഴയ കാലത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും വരണം. അവരെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് കളിപ്പിക്കണം. എത്ര പേര് പണ്ടത്തെ ഏണിയും പാമ്പും കളിക്കുന്നു, എത്ര പേര് ക്യാരംസ് ബോർഡ് കളിക്കുന്നു, എത്ര പേര് ചെസ് കളിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ടീസേഴ്സ് ബ്രെയിൻ വർക്ക് ചെയ്യാനും ഓർമ്മയ്ക്കും ബ്രെയിൻ ടീസേഴ്സ് വളരെ നല്ലതാണ്. കടങ്കഥകൾ ചോദിക്കുന്നതും അതുപോലെ ചെസ് കളിക്കുന്നതും സുഡോക്കു കളിക്കുന്നതും ഒക്കെ നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കും. വലിയവർക്ക് ഇതിന്റെ പാർശ്വഫലം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. അവർക്ക് ഏറ്റവും പ്രധാന വിഷയം ഓർമ്മക്കുറവാണ്. ചായ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പണ്ട് നമുക്ക് തേക്കാനും ഒക്കെ പറ്റും, അയണിങ്ങും ഒക്കെ. പക്ഷെ ഇപ്പൊ അയൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചായ അടപ്പ വെച്ചത് മറന്നു പോവുക. കാരണം ഒറ്റ ടൈമിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒത്തിരി ഡിസോർഡറായി. അത് ഞാൻ പറയുന്നത് ഈ കോവിഡ് വന്നതിന് ശേഷമാണ്. അത് മൊബൈൽ ഫോണുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മൊബൈൽ ഫോണ് നമ്മുടെ മെമ്മറി കുറയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളത് സംസാരിക്കുക. കഥകൾ പറയുവാനായിട്ട് മണിക്കൂറുകൾ നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ ഉപയോഗിക്കുന്നത് ശരിയാകത്തില്ല. ലാൻഡ് ഫോൺ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പീക്കർ ഫോണിൽ കൂടെ സംസാരിക്കുക. അപ്പം യൂസേജ് ഓഫ് അൺവാണ്ടഡ് ആപ്സും ബ്ലോക്ക് ചെയ്യുക. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പേരന്റൽ കൺട്രോളിനകത്ത് അൺനെസസറി ആപ്പ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അത് പ്രിവെൻഷന് വേണ്ടി മുമ്പേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അവോയ്ഡ് എക്സ്പോഷർ ടൈം. 2 മണിക്കൂർ കൂടുതൽ ഒരു കുഞ്ഞുങ്ങളെയും ഡിജിറ്റൽ സ്ക്രീൻ എക്സ്പോഷർ ടൈം കുറയ്ക്കണം. അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഇൻഡോർ ഗെയിംസ്, ബോർഡ് ഗെയിംസ്, ചെസ് എക്സെട്ര അവരെ എൻകറേജ് ചെയ്യുക. അവരെ റീഡിങ് ഹാബിറ്റ്സ് വളർത്തണം. നല്ല ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക. ആ ബുക്കുകൾ വായിക്കാനുള്ള ഒരു ശീലം. അതുപോലെ തന്നെ അവരെ പെയിന്റ് ചെയ്യാൻ പഠിപ്പിക്കുക. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ സ്പീക്കർ ഫോൺ നമ്മൾ ഉപയോഗിക്കുക. അത് കൂടുതലും നമ്മുടെ സ്പീക്കർ ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് ഒരടിയെങ്കിലും ദൂരെ നിന്ന് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അവയർനെസ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിലാണ് ഇന്ന് കേരളത്തിൽ ആദ്യമായി ഞങ്ങളിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് മനോരമ ക്വിക്ക് ഡോക്കുമായിട്ട് വെക്കാനുള്ള കാര്യം. നല്ല ഹാബിറ്റ് അവരിൽ വളർത്തുക. ഡി അഡിക്ഷൻ ടൈം നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ട ഇൻഫർമേഷന്, കൺസൾട്ടേഷന്, സൈക്കോളജിസ്റ്റ്, ന്യൂറോ സൈക്കാട്രി ഡിവിഷൻസ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻസ്, ഇവരെല്ലാം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം സിഗ്നൽ സ്ട്രെങ്ത് മുമ്പേ ഞാൻ പറഞ്ഞു. കീപ്പ് ആൻ ഐ ഓൺ ദ സ്ട്രെങ്ത്. അത് ഈ വീക്ക് ഐ സ്ട്രെങ്ത് ഉള്ളപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ചുവപ്പ് കളറിൽ കാണാം. നല്ല സ്ട്രെങ്ത് ഉള്ളപ്പോൾ 0.3 വരത്തുള്ളൂ. അതേസമയത്ത് 2 ലൈനും 1 ലൈനേ ഉള്ളെങ്കിൽ അതിൻ്റെ വാട്ട്സ് നിയറിങ് 1.6 വരും. സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് എബോവ് 1.6 വരുന്നെങ്കിൽ അത് റേഡിയേഷൻ ഹസാർഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അവോയ്ഡിങ് മേക്കിംഗ് ഫോൺ കോൾ ഇൻ ദ കാർസ്. കാരണം യാത്ര ചെയ്യുമ്പോൾ ടവർ മാറി മാറി വരും. എലിവേറ്ററിൽ, ലിഫ്റ്റിൽ ഉടൻ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ വീണ്ടും വിളിച്ചിട്ട് പറയും ഞങ്ങൾ ലിഫ്റ്റിലായിരുന്നു, ഐ എം വെരി സോറി, ഞാൻ കട്ട് ചെയ്തതാണെന്ന് പറയണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ റിസോഴ്സസ് നമുക്ക് പലരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം മനോരമയിൽ 3 സീരിയലായിട്ട് മൊബൈൽ ഫോണിൻ്റെ ചില ഇഷ്യൂസിനെ കുറിച്ച് വന്നിരുന്നു. കോഴിക്കോട് ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്കാട്രി റിഹാബിലിറ്റേഷന് ഡോക്ടർ സുരേഷ് കുമാർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ മഞ്ജു ജോർജ് പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്. ഓരോ ഏരിയയിലും നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ മതി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എവിടെ ഉണ്ടെന്നുള്ളത്. ചൈൽഡ് കൗൺസിലിംഗ് സെന്റർ ഞങ്ങളുടെ തിരുവല്ല മെഡിക്കൽ മിഷനിലുണ്ട്. അതിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന രേഷ്മ കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊല്ലത്ത് ഏരിയയിലുള്ളവർക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അവിടെയുണ്ട്. അതുപോലെ തന്നെ SAT ബിഹേവിയറൽ പീഡിയാട്രിക് സെന്റർ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കോട്ടയം മെഡിക്കൽ കോളേജ്, മിക്കവാറും ഉള്ള പ്രൈവറ്റ് ക്ലിനിക്കൽ സെന്റേഴ്സ് പോലും ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്.
ഇതിൽ ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മളോടൊപ്പം രേഷ്മ കൃഷ്ണനുണ്ട്. രേഷ്മ, ക്യാൻ യു അൺമ്യൂട്ട്? Yeah. Yes, sir. Yes. The clinical psychologist Mrs. രേഷ്മ കൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. രേഷ്മ കൃഷ്ണന്റെ അനുഭവങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവെക്കും. ഇങ്ങനെയുള്ള സ്വഭാവ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അടുത്ത ഒരു 10 മിനിറ്റ് രേഷ്മ കൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കും. പ്ലീസ് ടേക്ക് ഓവർ. Thank you, sir. So even though sir മൊബൈൽ ഫോണിന്റെയും റേഡിയേഷന്റെയും ഇഫക്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും സാർ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടായി സ്റ്റഡീസ് എവിഡൻസ് ബേസസ് അത്ര ചില കാര്യങ്ങളിൽ ഇതല്ല എന്നുള്ളത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ക്ലിയർ ദാറ്റ് വളരെ എവിഡന്റ്ലി ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ദർ ആർ എൻ നമ്പർ ഓഫ് റീസേർച്ചസ് ദാറ്റ് ഹാവ് ബീൻ ഹാപ്പനിങ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ പേഴ്സെ അല്ല, മൊബൈൽ ഫോണിന്റെ എക്സസ് യൂസ് കൊണ്ടും എന്തൊക്കെ മെന്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടികളിലായിക്കോട്ടെ അഡോളസൻസിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ എന്തൊക്കെ തരത്തിലുള്ള എഫക്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സ്റ്റഡീസ് നടക്കപ്പെട്ടിട്ടുണ്ട്, കുറെ പബ്ലിക്കേഷൻസ് വരുന്നുമുണ്ട്. സോ വെരി എവിഡന്റ് ആയിട്ട് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും സോഷ്യൽ ഐസൊലേഷൻ, അതായത് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും വിഡ്രോ ചെയ്യുക, നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിക്കാതിരിക്കുക, മുറി അടച്ചൊറ്റയ്ക്ക് ഇരിക്കുക പോലെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ. ദർ ഇസ് സംതിങ് നോൺ എസ് ഹിക്കിക്കൊമോറി. ഹിക്കിക്കൊമോറി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടേം ആണ്. നമ്മൾ മോട്ടിവേഷൻ കുറയുന്നതിന് പറയുന്ന ഒരു പേരാണ്. അതായത് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം കുറയുക, അതുപോലെ തന്നെ കോൺഫിഡൻസ് കുറയുക, ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, സോഷ്യൽ സ്കിൽസ് കുറയുക, അതായത് ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ സോഷ്യൽ സെറ്റിങ്ങിൽ ബിഹേവ് ചെയ്യണം എന്ന് അറിയത്തില്ല, ദേഷ്യം കൂടുതലായിട്ട് വരിക, അക്കാഡമിക് പെർഫോമൻസുകൾ കുറയുക, മറ്റ് ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ലൈക്ക് ഹെഡേക്ക് പോലെയുള്ള കാര്യങ്ങൾ, സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾ, അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറയുക പോലെയുള്ള കുറെ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഏരിയാസിനെ നമ്മുടെ മൊബൈലിന്റെ എക്സസ് യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ട്. എലോങ് സൈഡ് സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ലൈക്ക് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി പോലെയുള്ള കാര്യങ്ങൾ. സോ നമ്മുടെ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസും കോഗ്നിറ്റീവ് സ്റ്റഡീസും കാണിക്കുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തേക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലയോട് നമുക്ക് അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. സോ ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നതായിട്ടും അതുകൊണ്ട് തന്നെ കുറെ നേരത്തേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തതായിട്ടും നമ്മുടെ മെമ്മറിയിൽ തന്നെ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന തരത്തിലുള്ള മെമ്മറിയെയും കുറയ്ക്കുന്നതായിട്ടും ഒക്കെ ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ അടുത്തിടെയായിട്ട് വന്ന ഒരു പഠനമാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന റീൽസും ഷോർട്സും ആണല്ലോ. റീൽസും ഷോർട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് റീൽസും ഷോർട്സും എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. സോ അത് വളരെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ റീൽസും ഷോർട്സും ഒക്കെ സ്ക്രോൾ ചെയ്യാന്നുള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനോടാണോ അറ്റൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇവിടെ റീൽസ് ഷോർട്സ് പോലെയുള്ള കാര്യങ്ങൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ കപ്പാസിറ്റി ഒരുപാട് കുറയുന്നതായിട്ടും വർക്കിംഗ് മെമ്മറി ഒരുപാട് കുറയുന്നതായിട്ടും ഒക്കെ ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. സോ മൊബൈൽ എക്സസ് യൂസ് കാരണം ഉള്ള ഈ പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ മൊബൈൽ എക്സസ് യൂസ് അഡിക്ഷനിലേക്കും ലീഡ് ചെയ്യാം. നമുക്ക് എങ്ങനെ അറിയാം ഒരു കുട്ടി ഒരു പക്ഷേ അഡിക്ഷൻ രീതിയിലേക്ക് പോയിട്ടുണ്ട്, മൊബൈൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട് എന്നെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിലും അധികം സമയത്തിൽ ഫോൺ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാതിരിക്കുക, അവരുടെ സ്വന്തം കാര്യങ്ങളായിക്കോട്ടെ ഡെയിലി ലിവിങ്ങിന്റെ ആക്ടിവിറ്റീസ്, തുണി അനയ്ക്കുക, പല്ലിയൊക്കെ കുളിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, വൃത്തി, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് തീരെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അക്കാഡമിക് പെർഫോമൻസ് വളരെയധികം കുറയുന്നു, അതുപോലെ തന്നെ ഹോംവർക്കുകളൊന്നും ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ തന്നെ സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്നു, അധികം ആരോടും മിണ്ടുന്നില്ല, അതുപോലെ തന്നെ ഫോൺ നമ്മൾ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ അവർക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഈ ഒരു കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കാം, എവിടെങ്കിലും പോയി ഫോണിന്റെ ചാർജ് ഒന്ന് കുറഞ്ഞു അപ്പം എപ്പോഴും ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓക്കെ ഫോണിന്റെ ബാറ്ററി ഇതായോ അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാനുള്ള ടൈം ആയോ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് അതുമായിട്ട് പ്രീഒക്കുപ്പൈഡ് ആയിട്ടിരിക്കുക പോലെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് ഒരു പക്ഷേ അഡിക്ഷൻ ആയിട്ടുണ്ട്, ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഗെയിമിങ്ങിൽ അഡിക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
സോ ഇത്രയും മേജർ ആയിട്ടുള്ള എഫക്റ്റുകളുണ്ട്. പിന്നെ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ മെയിൻ ആയിട്ടും ഓട്ടിസം, ADHD, IQ-ലുള്ള അതായത് ബുദ്ധിയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെന്റിലാണ്. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ടേ ഉള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിങ്ങിന്റെ ഡിഫറൻസസിൽ നിന്നാണ് ആക്ച്വലി ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ എന്നാലും സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം കാരണം ഈ പറയുന്ന ലക്ഷണങ്ങളെ മിമിക്ക് ചെയ്യുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഈ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഗുരുതരമാക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും മൊബൈൽ യൂസിനുണ്ട്. സോ ഈ പറയുന്ന രീതിയിലാണ് മൊത്തത്തിൽ മൊബൈൽ യൂസിന്റെ ഒരു അഫക്റ്റുകൾ കിടക്കുന്നത്. ഈവൻ നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം ദർ ഇസ് സംതിങ് നോൺ എസ് റിംഗ് സൈറ്റി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫാൻഡം റിംഗിങ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോഴും ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടോ, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തോന്നും. ഈവൻ ഇതുമൊക്കെ തന്നെ എക്സസ് ആയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഓൾറെഡി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗം പാടെ നിർത്തരുത്. 2, 3, 4 വയസ്സ് വരെ ആക്ച്വലി അവർക്ക് ഫോൺ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് തന്നെ പാടെ ഫോൺ കൊടുക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഇനി ഒരു സ്വല്പം കൂടെ വലുതായി നമുക്ക് ഫോണിന് മോശം ഉപയോഗങ്ങൾ മാത്രമല്ല നല്ല ഉപയോഗങ്ങളും ഉണ്ട്. ഒരുപാട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഒക്കെ മൊബൈൽ ഫോൺ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാടെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ അനുവദിക്കുക എന്നുള്ളതാണ്. സോ പലപ്പോഴും നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആവാറുണ്ട്. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും കുട്ടികൾ റിബൽ ആകും, അവർ ഭയങ്കരമായിട്ട് ടെമ്പർ ടാൻട്രംസ് കാണിക്കും, അഗ്രസീവ് ആകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കുട്ടികളോട് ഇനി തൊട്ട് നീ ഫോൺ ഉപയോഗിക്കണ്ട, അത് അങ്ങനെയാണ്, ഞാനിപ്പോ പറഞ്ഞു, നീ ഇങ്ങനെ കേട്ടാ മതി എന്നുള്ള രീതിയിൽ അവർക്കൊരു ഫോഴ്സ്ഡ് ചോയ്സ് കൊടുക്കാതെ ഒരു പക്ഷേ ഇതുപോലുള്ള ഏതെങ്കിലും വെബിനാറുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് അതിന്റെ ലോജിക്കുകളും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും മനസ്സിലാക്കി അവരോട് നെഗോഷിയേറ്റ് ചെയ്ത്, അതായത് അവരുടെ ഉപയോഗത്തിനെ പറ്റിയിട്ട് അറിഞ്ഞ് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അതിന്റെ ബേസിസിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ട് റിസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വല്ലാണ്ട് റിബൽ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിലും ഭേദം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, ഒരു ടേംസിൽ എത്തുക എന്നുള്ളതാണ്, ഒരു ഡീലിംഗിൽ എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഡീലിംഗിൽ എത്തുമ്പോൾ ഒബ്വിയസ്ലി അവർ ചോദിക്കാൻ പോകുന്ന തിരിച്ചുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഫക്റ്റുകളൊന്നും നിങ്ങൾക്കില്ലേ എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കണം അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. സോ എങ്ങനെ ഈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വേണം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. കഴിവതും കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഷെഡ്യൂളിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. ചില എന്താ പറയാ മൊബൈൽ ഫ്രീ ടൈം അല്ലെങ്കിൽ മൊബൈൽ ഫ്രീ സോൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഡിന്നർ ടേബിളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിന്നറിന്റെ ഭാഗത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ നമ്മൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് മാറ്റുമ്പോൾ പിന്നെ എന്ത് എന്നുള്ളത് പിള്ളേർക്ക് അറിയത്തില്ല. ലൈക്ക് ദേ സ്ട്രൈക്ക് വിത്ത് ബോർഡ്, ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങും, ഒന്നും ചെയ്യാനില്ല എന്നൊക്കെയുള്ള ഒരു രീതി വരും. അപ്പോഴാണ് പിന്നെയും ഫോൺ എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. സോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി ഉള്ള ഗെയിംസ് ആകാം, അല്ലെങ്കിൽ ഡ്രോയിങ് ആകാം, കളറിംഗ് ആകാം, പാട്ട് പഠിക്കുന്നതാകാം, കീബോർഡ് പഠിക്കുന്നതാകാം. ദർ ആർ എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ. സോ ഇതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അവരെ നന്നായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. എഗെയിൻ ഇത് നമ്മുടെ ഫോഴ്സ്ഡ് ചോയ്സ് ആകാൻ പാടില്ല. അതായത് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നാ പിന്നെ നീ ഇതങ്ങ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അവർക്ക് പ്ലഷർ കൊടുക്കുന്ന, അവർക്ക് മാസ്റ്ററി ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവരുടെയും കൂടെ ചോയ്സിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈവൻ ലേണിംഗ് ആണെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്സ് ഒക്കെ എൻകറേജ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പ്ലേ ടൈം എൻകറേജ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. സോ പേരന്റൽ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് മൊബൈൽ ഫോൺ അഡിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. സോ സം ടൈം നമ്മുടെ ഈ പേരന്റൽ ആറ്റിറ്റ്യൂഡ്സിൽ കുറച്ച് ചേഞ്ചസ് വരുന്നതൊക്കെ നല്ലതായിരിക്കും. ഇടയ്ക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ് ഫാമിലി മൊത്തത്തോടെ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യത്തില്ല,
ആ പറയുന്ന പോലത്തെ ചില ഡിജിറ്റൽ ഡീറ്റോക്സുകൾ അല്ലെങ്കിൽ മീഡിയ ഫാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ മറ്റേ ഫുഡിന്റെ ഫാസ്റ്റിംഗ് പറയുന്ന പോലെ തന്നെ ദർ ഇസ് സംതിങ് നോൺ എസ് മീഡിയ ഫാസ്റ്റിംഗ്. മീഡിയ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം നമ്മൾ ഫുഡ് കഴിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇത്രയും നേരം നമ്മൾ ഫോൺ ഉപയോഗിക്കത്തില്ല. സോ ഈ മീഡിയ ഫാസ്റ്റിംഗ്, ഡിജിറ്റൽ ഡീറ്റോക്സിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻ കേസ് നമ്മുടെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലത്തെ വളരെ ഗുരുതരമായിട്ടുള്ള കുറെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡിക്ഷന്റെ ലക്ഷണമാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് സീക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സിലോ ഒക്കെ ആയിട്ട് ഇപ്പൊ TMM ആണെങ്കിൽ ഇപ്പോൾ ബിഹേവിയറൽ മെഡിസിൻ യൂണിറ്റ് ഉണ്ട്, മഞ്ജു മാം ഇവിടെ ഉണ്ട്, നമുക്ക് പുഷ്പേരിയിൽ പ്രതീക്ഷയുണ്ട്, CDC, ഇതുപോലെയുള്ള ഡെവലപ്മെന്റ് സെന്റേഴ്സിലോ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടോ സൈക്കാട്രി റിലേറ്റ് ചെയ്തിട്ടോ ഉള്ള സെന്റേഴ്സിൽ പോയിട്ട് കുട്ടികളെ നമ്മൾ കാണിക്കേണ്ടതും. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കി നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒബ്വിയസ്ലി അതിനർത്ഥം നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇഷ്യൂ അതായത് നമ്മൾ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയും. അത് നമ്മൾ ഒരു പക്ഷെ കാണുന്നത് കുട്ടികളുടെ എന്തായിരിക്കാം, ഫോൺ ഉപയോഗം കൂടുതലാണ്, അതിന് അവർ ദേഷ്യപ്പെടുന്നു എന്നുള്ളതായിരിക്കാം. പക്ഷെ ഒരു പ്രൊഫഷണലി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗിന്റെ അടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അത് ബോർഡം ആയിരിക്കാം, എന്റർടൈൻമെന്റ് ഇല്ലായ്മ ആയിരിക്കാം, പേരൻസിന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് അവർക്ക് ചെയ്യാൻ പറ്റായികയായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഇല്ലാത്തതായിരിക്കാം. സോ ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് ഇതിനുള്ള റൂട്ടീനുള്ള പരിഹാരങ്ങളായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പ്രൊഫഷണൽസ് ചെയ്യാം. അതിന് ആക്ടിവിറ്റി ഷെഡ്യൂളിംഗ്, ബിഹേവിയറൽ ആക്ടിവേഷൻ, അതുപോലെ തന്നെ ചില ബിഹേവിയർ തെറപ്പീസ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി പോലെയുള്ള പല തെറപ്പികളും പല കൗൺസിലിംഗ് മെത്തേഡ്സും ഒക്കെ ഇൻവോൾവ് ആണ്. ഇതുപോലത്തെ സർവീസസ് നമ്മൾ പ്രൊഫഷണലി പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഗെറ്റ് ഔട്ട് ഓഫ് ഈ ഫോൺ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് അവർക്ക് അറ്റൻഷനിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനും അറ്റൻഷൻ എൻഹാൻസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഇവൻ വീട്ടിൽ തന്നെ കുറെ അതുപോലത്തെ ലെറ്റർ ക്യാൻസൽ ചെയ്യുക, നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യുക, കളറിങ്, ഡ്രോയിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ അറ്റൻഷനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ആണ്. സോ ഇതൊക്കെ നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സ്റ്റെൻസീവ് വേർഷൻ നമ്മൾ പ്രൊഫഷണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ ഹെൽപ്പ് വളരെയധികം അവൈലബിൾ ആണ്. അപ്പൊ വീട്ടിൽ നിന്ന് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു ഗോ ഫോർ പ്രൊഫഷണൽ ഹെൽപ്പ് വിത്തിൻ ഒരു കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടാണ്. നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഓടി വന്നു, നമ്മൾ ഒരു തവണ കണ്ടു പെട്ടെന്ന് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ 2 തവണ കണ്ടു പെട്ടെന്ന് ചേഞ്ച് വന്നു എന്നുള്ളതല്ല. കുറച്ച് സെഷൻസ് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷെ വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എബ്രോഡ് നിന്ന് വരുന്ന ക്ലയൻസിന്റെ കുട്ടികളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീച്ചിൽ ഡിലേ ഉള്ളതുപോലെയും അറ്റൻഷൻ വളരെയധികം കുറവുള്ളതുപോലെയും ADHD മിമിക് ചെയ്യുന്ന പോലത്തെ കുറെ സിംറ്റംസും, അതുപോലെ തന്നെ വിർച്വൽ ഓട്ടിസം കോവിഡിന്റെ സമയത്തായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അവർക്ക് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ജനറലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ മിമിക് ചെയ്യുന്ന കുറെ സിംറ്റംസ് വരുന്നുണ്ട്. സോ ഇതുപോലെയുള്ള കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഇതും ഒക്കെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ഒരു ഇതാണ്. മാക്സിമം ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് ഡെഫിനറ്റ്ലി സീക്ക് ചെയ്യുക. കുറച്ച് നാളിനുള്ളിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. രേഷ്മ കൃഷ്ണ, കാരണം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാനായിട്ട് സമയമെടുത്തല്ലോ. നമ്മോടൊപ്പം അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ നടത്തുന്ന ഡോക്ടർ മഞ്ജു ജോർജ് നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ മഞ്ജു ജോർജിനെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മഞ്ജു ജോർജിന്റെ അഭിപ്രായങ്ങളോട് നമുക്ക് കേൾക്കാം. ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി കേസുകൾ ഇങ്ങനെ വരുമ്പോൾ ഹൗ യു മാനേജ്, അത് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. താങ്ക് യു സർ. സർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ സാർ, ഞാൻ കേൾക്കാൻ തുടങ്ങിയത് രേഷ്മ കൃഷ്ണൻ പറഞ്ഞതു മുതലാണ്. സാറിൻ്റെത് എനിക്ക് കുറച്ചൊന്ന് മിസ്സായി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രേഷ്മ ഇതേക്കുറിച്ച് സംസാരിച്ചു. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, നമ്മുടെ യുഗം തന്നെ സ്മാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഈ 21ാം നൂറ്റാണ്ടില് ഗാഡ്ജറ്റ്സ് അത്യന്താപേക്ഷിതം നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, ജീവിതത്തിന്റെ ഭാഗമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മാതാപിതാക്കളോട് ഇത് മാറ്റി കളയുവാനൊക്കെ നമുക്ക് പ്രൊഫഷണലി നമുക്കത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെ ആക്ച്വലി നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ സ്മാർട്ട് യുഗത്തിലെ കുട്ടികൾ സ്മാർട്ട് ആകണമെങ്കിൽ സ്മാർട്ട് പേരന്റിങ്ങും അവർക്ക് അഡ്വൈസ് ചെയ്യേണ്ടി വരും.
ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകളിൽ പൊതുവെ കുട്ടികൾ എത്തുമ്പോഴേക്കും അവർക്ക് ഒരു പ്രശ്നത്തിൽ ചെന്ന് എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഇതുപോലെയുള്ള പരിപാടികളിലൂടെയാണ് നമുക്ക് ജനറൽ ആയിട്ട് കുറെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഉദ്ബോധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ആസ് അഡ്വക്കേറ്റ്സ് ഓഫ് ചിൽഡ്രൻ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഈ ഗാഡ്ജറ്റ്സിന്റെ ഓവർ യൂസ് കൊണ്ട് ബ്രെയിനിന്റെ തലച്ചോറിന്റെ ബുദ്ധി വികാസപരമായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ടോ നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെല്ലാവരും അറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് സ്മാർട്ടായിട്ട് ഇതിനെ കുറേയേറെ പ്രയോജനപ്രദമായിട്ട് ഉപകരിക്കുന്ന രീതിയിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉത്തരവാദിത്വം കൂടിയുണ്ട്. കുട്ടികളില് അഗ്രസീവ്നെസ്, അതായത് അക്രമാസക്തമായിട്ടുള്ള പെരുമാറ്റം വളരെ ചെറിയ പ്രായത്തിൽ ഒത്തിരി കൂടുതലായിട്ട് കാണുന്നു. പിന്നെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നു. അതായത് ഒരു 7 മിനിറ്റിൽ കൂടുതൽ ഒന്നിലും തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ മാറുന്നു. ഡിപ്രഷൻ, ഒത്തിരി കുട്ടികൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഡിപ്രഷൻ, ബോർഡം മൂലം, അതായത് വിരസത ഒരു സ്വല്പം പോലും അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവര് മാറുന്നു. ഇമ്പൾസ് കൺട്രോൾ, അതായത് അവർക്ക് ഒരു രീതിയിലും അവരുടെ ആഗ്രഹങ്ങള് അപ്പം കിട്ടണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അവരുടെ പെരുമാറ്റം പോകുന്നു. ഇങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ ഒത്തിരി നീങ്ങുന്നുണ്ട്. 10 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അതിൽ 7 കുട്ടികൾക്കും ഗാഡ്ജറ്റിന്റെ ഓവർ യൂസ് കൊണ്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങള്, സ്വഭാവ വൈകല്യങ്ങള് ഒക്കെ വളരെ ചെറിയ പ്രായത്തിലെ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് കൂടുതലും അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കൾ ചിലപ്പം പറയും നമ്മൾ ഫോൺ കൊടുക്കുന്നില്ല ഡോക്ടറെ, യൂട്യൂബ് ആണ് കാണുന്നത്, ടിവിയിലാണ്, ഈ ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് കാണുന്നു, അതുകൊണ്ട് കണ്ണ് പ്രൊട്ടക്ട് ആവുന്നു എന്നൊക്കെ അവർ ചിലപ്പം കരുതും. പക്ഷേ തലച്ചോറിനകത്തുള്ള പ്രോസസ്സിംഗ് പവറും വർക്കിംഗ് മെമ്മറിയും അതുപോലെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും എല്ലാം തന്നെ ക്രമക്കേടിലാകുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം ഉണ്ടാകണം. ഒരു രീതിയിലുള്ള ഗാഡ്ജറ്റ്സും 1 സെക്കൻഡ് പോലും എക്സ്പോസ്ഡ് ആകാതെ ഇരുന്നാലും അവർക്ക് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വയസ്സിനും 8 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 20 മിനിറ്റ് വരെ പേരന്റൽ ഗൈഡൻസോട് കൂടി മാതാപിതാക്കൾ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എക്സ്പോഷർ അവർക്കുണ്ടാകാം. ഇനിയും ഇത് കൂടാതെ ഇവരൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടി ഇവരുടെ കയ്യിൽ നിന്നും മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഡെവലപ്മെന്റൽ അസസ്മെന്റ്സ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അസസ്മെന്റ്സ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയോ എന്നുള്ളത് എല്ലാം നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ പരിശോധിക്കുകയും അതിനു വേണ്ടി അത് മറികടക്കാൻ വേണ്ടിയുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ ട്രെയിനിങ്ങും ബിഹേവിയർ മോഡിഫിക്കേഷൻസും പേരന്റൽ കൗൺസിലിങ്ങും പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ്ങും എല്ലാം കൊടുക്കേണ്ടി വരും. വളരെ അപൂർവം കേസുകളിൽ ചിലപ്പോൾ മെഡിക്കേഷൻസ് വരെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ചിലപ്പം 6 മാസം മുതൽ 1 വർഷം വരെ എടുത്തിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കും ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികളാണെങ്കിൽ, ADHD ജനിതകമായി തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധാ വൈകല്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികൾ, OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികൾ, തീർച്ചയായും കുട്ടികളായിരിക്കുന്നവരാണല്ലോ മുതിർന്നവരായിരിക്കുമ്പോൾ പിന്നീട് വലിയ വലിയ പ്രോബ്ലങ്ങളിൽ ചെന്ന് ചാടുന്നത്. അതുപോലെ ബൈപ്പോളാർ ഡിസോർഡറിലേക്ക് പോകാൻ സാധ്യതയുള്ള വ്യക്തികൾ, അതായത് അവർക്ക് അവരുടെ സ്വഭാവത്തിൽ ഒരു വൈകല്യം ജനിതകമായി തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിലുള്ള ഗാഡ്ജറ്റ് എക്സ്പോഷർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ പ്രകടമായി തുടങ്ങുകയും അണ്ടർ അച്ചീവേഴ്സ് ആയി മാറുകയോ അല്ലെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് മാറുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് അവരിലുള്ള ഉത്തരവാദിത്വം വളരെ അധികമാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് നിരവധിയായിട്ട് വന്നു ചേരുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമും അറ്റൻഷൻ എൻഹാൻസ്മെന്റ് ട്രെയിനിങ്ങും നമുക്ക് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആക്ച്വലി ഗാഡ്ജറ്റ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു ബൗണ്ടറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതിനകത്ത് നിന്നുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. നമ്മൾ ഇപ്പൊ പോലും മാതാപിതാക്കൾ ഇത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഗാഡ്ജറ്റ്സ് ചെലുത്തുന്ന സ്വാധീനം കണ്ടുകൊണ്ടായിരിക്കും കുട്ടി അത് പഠിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടിയുടെ പ്രസൻസിൽ മാതാപിതാക്കളുടെ ടെക്നോളജി യൂസ് ചെയ്യുന്നതിലെ ഡിസിപ്ലിൻ അത് ഭയങ്കര പ്രധാനമാണ്. അപ്പം ഒരു ഫാമിലിക്ക് ഒരു ഫാമിലിയുടെ ആയിട്ടുള്ള ഒരു ടെക്നോളജി പോളിസി ഉണ്ടായിരിക്കണം. ചില റൂമുകളിൽ നമ്മളിത് യൂസ് ചെയ്യത്തില്ല, ചില സമയങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യത്തില്ല. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറികളിൽ ഒക്കെ ഇതിന് പ്രൊഹിബിഷൻ ഉണ്ടായിരിക്കണം.
അപ്പൊ അങ്ങനെ വീടുകളിൽ കൃത്യമായ റൂട്ടീനുകളും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാകാമെങ്കിൽ, എല്ലാവരും ഒന്നിച്ച് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ടൈമും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സോ മാതാപിതാക്കൾ ചിലപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യായിരിക്കും, അതേ സമയത്ത് തന്നെ ആ കുട്ടിക്കും ഗാഡ്ജറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത്. പിന്നെ ടോക്കൺ എക്കണോമി പോലെയുള്ള മാർഗങ്ങൾ, അതായത് കുട്ടി ഒരു കാര്യം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഒരു റിവാർഡായിട്ട് കുട്ടിക്ക് കൊടുക്കാവുന്ന പേരന്റൽ ഗൈഡൻസ്, അതുപോലെ പേരന്റൽ കൺട്രോൾ. എല്ലാ ആപ്പുകളിലും നമുക്ക് പേരന്റൽ കൺട്രോൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടി കാണുന്നതെല്ലാം ഹിസ്റ്ററി നോക്കി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പല മാതാപിതാക്കൾക്കും ഇതൊക്കെ സാധ്യമാകും എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും നമുക്ക് എങ്ങനെയാണ് കുട്ടി ഏത് കോണ്ടന്റ് ആണ് കാണുന്നതെന്ന് എങ്ങനെ സ്ക്രീൻ ചെയ്യാൻ പറ്റും. ചില കോണ്ടന്റുകൾ നമുക്ക് ആപ്പ് വഴി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കുട്ടി കാണുന്നതിനകത്തുനിന്ന് കുട്ടി എന്ത് മനസ്സിലായി എന്നുള്ളത് ഫീഡ്ബാക്ക് പോലെ, ഗെയിം പോലെ കുട്ടിയെ കൊണ്ട് തന്നെ അത് നമുക്ക് ഇനാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി മാർഗങ്ങളിലൂടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ പുഷ്പഗിരിയിലൊക്കെ അങ്ങനെ ഒരു സെറ്റ് പ്രോഗ്രാം തന്നെയുണ്ട്. അതിനകത്ത് മാതാപിതാക്കൾക്ക് കടന്നു വരാൻ പറ്റും. 45 മിനിറ്റിന്റെ ക്ലാസ് സെഷൻസ് വഴി നമ്മൾ മാതാപിതാക്കളെ എംപവേർഡ് ആക്കും. അപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് നീങ്ങാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുകയും പിന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരെ നമ്മൾ സ്മാർട്ട് ആകാൻ എൻകറേജ് ചെയ്യുക തന്നെ വേണം. ഏതെങ്കിലും ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുമ്പോഴാണ് അതിലേക്ക് ഭയങ്കര അഭിനിവേശം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യം എടുത്തു മാറ്റാൻ ശ്രമിക്കാനും പാടില്ല. ഓൾവേസ് ദർ ഷുഡ് ബി എ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്. അങ്ങനെയുള്ളപ്പം കുട്ടികൾക്കും മനസ്സിലാവും ദിസ് ഇസ് ഫോർ ദർ ഗുഡ് എന്ന്. കാര്യം ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം പല പ്രോഗ്രസീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കുട്ടികൾ നോട്ട്ബുക്ക് അല്ല, ഈ നോട്ട്ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലും അത് വരാതെ ഒന്നും ഇരിക്കുകയില്ല. എക്സാംസ് എല്ലാം തന്നെ ഓൺലൈൻ ആയി തുടങ്ങി. വലിയ വലിയ എക്സാംസ് നമുക്കറിയാം, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലെ എക്സാമുകളും ഈവൻ ഡോക്ടേഴ്സ് ആകും നമ്മുടെ MBBS എക്സാംസും എല്ലാം ഇപ്പൊ ഇനി ഓൺലൈൻ ആകാൻ പോവുകയാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ we cannot prevent them from using these, but we have to definitely guide them how to use them smart. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മഞ്ജു ആൻഡ് അതുപോലെ തന്നെ മിസ്സസ് രേഷ്മ കൃഷ്ണൻ, നിങ്ങൾ രണ്ടുപേരും വളരെ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡോക്ടർ മഞ്ജു, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അഗ്രസീവായിട്ടുള്ള പിള്ളേര് അതുപോലെ തന്നെ ടെമ്പർ ടാൻട്രം എന്റെ മുമ്പിൽ വെച്ച് തന്നെ മൊബൈൽ ഫോൺ കൊടുക്കാവുന്നതുകൊണ്ട് അപ്പനെ ഉടുപ്പെല്ലാം വലിച്ചു കയറി വളരെ മോശമായിട്ടുള്ള ഭാഷ സംസാരിക്കുകയും, അങ്ങനെയുള്ളവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ OPD ബേസിസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണോ? അങ്ങനെ എന്താണ് അഭിപ്രായം? തികച്ചും നല്ല ചോദ്യം, ഉചിതമായ ഒരു ചോദ്യം ചോദിച്ചു സാറ്. കാര്യം ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മൾ എത്തിയാൽ ഡോക്ടേഴ്സ് പോലും പകച്ചു നിൽക്കുന്ന ഒരു പോയിന്റ് ആണത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ, ഏത് തലം വരെ ആ അഗ്രഷൻ പോകുന്നു എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് ചില കുട്ടികളുണ്ട് സെൽഫ് ഹാം കാണിക്കും. അതായത് മാതാപിതാക്കൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അവരുടെ മുടി വലിച്ചു പറിക്കുകയോ മാതാപിതാക്കളെ കടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് തല ഇടിപ്പിക്കുക, ഞാനിപ്പോ ചാടുമെന്ന് പറഞ്ഞ് മുകളിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് സഹിക്കാനാവുകയില്ല. അപ്പം കുട്ടികൾ ചിലപ്പോൾ സെൽഫ് ഹാം യൂസ് ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ സിബ്ലിങ്ങിനെ ഹാം ചെയ്യുന്ന രീതിയിൽ ചെറിയ കുട്ടിയുടെ കഴുത്തിന് കയറി പിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കള് വയലൻസ് തന്നെ യൂസ് ചെയ്തെന്നിരിക്കും ഇത് നിർത്താൻ വേണ്ടി. സോ ചില സിറ്റുവേഷനുകളിൽ തീർച്ചയായും ബിഹേവിയർ അനാലിസിസിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, ഒബ്സർവേഷന് വേണ്ടി തന്നെ. ഒരു ബിഹേവിയറിന് തീർച്ചയായിട്ടും അതിന് ഒരു ട്രിഗർ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ഒരു കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുന്നെങ്കിൽ അതിന് മുന്നിലുണ്ടായ ആന്റിസിഡന്റ് അല്ലെങ്കിൽ ആ ട്രിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും വലിയ സമയമെടുക്കുന്ന ദൈർഘ്യമേറിയ ഒബ്സർവേഷൻസ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അഡ്മിഷൻസ് അപൂർവം കേസുകളിലാണേലും നടത്താറുണ്ട്. അങ്ങനെ ആന്റിസിഡന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്, ട്രിഗർ എന്തായിരുന്നു ഈ ബിഹേവിയറിന് വേണ്ടി, ആ കുട്ടിയുടെ ഈ മോശം പ്രവൃത്തി, ഈ ടാൻഡ്രം, ഈ അമിതമായ ശുണ്ഠി കാണിച്ചതിന് മുമ്പത്തെ ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ ട്രിഗർ എങ്ങനെ ഓൾട്ടർ ചെയ്യാമെന്നും കണ്ടുപിടിക്കുകയും അതിനുശേഷം ഇതേ ബിഹേവിയർ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തിരുന്ന പ്രത്യാഘാതം, കോൺസിക്വൻസ്, ചിലപ്പോൾ നമ്മൾ അടിച്ചത് നിർത്താൻ ശ്രമിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതായിരിക്കും,
അപ്പൊ ഈ കോൺസിക്വൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് മറ്റു റീഇൻഫോഴ്സേഴ്സ്, അതായത് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞതും അല്ലെങ്കിൽ ശാന്തമായി അതിനോട് ഇടപെട്ട മാതാപിതാക്കളുടെ മനോഭാവം ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ABC അനാലിസിസിന് വേണ്ടി, അതായത് ആന്റിസിഡന്റ് ബിഹേവിയർ കോൺസിക്വൻസ് അനാലിസിസിന് വേണ്ടി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ളിൽ മാതാപിതാക്കൾക്ക് ഒരു റെമഡിയും കുട്ടിക്ക് ശാന്തമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീക്കി നമ്മൾ വളരെ അപൂർവങ്ങളായിട്ട് ചിലപ്പോൾ അല്ലാതെയുള്ള സൈക്കോ ബിഹേവിയർ തെറപ്പി കൊടുക്കേണ്ടിയും ഒക്കെ വരാറുണ്ട്. മൊബൈൽ ഫോൺ നിയർ ദ ന്യൂ ബോൺ ബേബി അടുത്ത് വെച്ചാൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമോ? ഡോക്ടർ മഞ്ജു, വാട്ട് യു സേ? ന്യൂ ബോണിന്റെ ഇതേക്കുറിച്ച് ഒന്ന് പറയാനുള്ളത്, ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈ ഗർഭിണികൾ പോലും അവരുടെ ഗർഭപാത്രത്തിന് മുകളിൽ, അതായത് വയറിൽ ഫോൺ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടിയും കൂടെ കേട്ടോട്ടെ എന്നോ ഒക്കെ കരുതിയിട്ട് മൊബൈൽ ഫോണിൽ നിന്നും പാട്ടുകളൊക്കെ നേരിട്ട് വയറിലേക്ക് കേൾപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല പ്രവണതകളും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന്റെ അടുത്തും നമ്മൾ ഇത് വെക്കുന്നത്. അപ്പം നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത്, ഈ മൊബൈൽ ഫോൺ ഇത്രയും സാർവത്രികമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പോലും ഏകദേശം 20-30 വർഷമേ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ നമ്മൾ മൂന്നാം കിട രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഇത്രയധികം റെഗുലേഷൻസ് ഇല്ലാതെ വളരെയധികം ചീപ്പ് ക്വാളിറ്റി ഫോണുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിതേക്കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം തീർച്ചയായും റേഡിയേഷൻസ് ഉള്ളതാണ്, ഒന്ന്. രണ്ട്, ഇതിൽ നിന്നും വരുന്ന സൗണ്ടും അതുപോലെയുള്ള വൈബ്രേറ്ററി സെൻസേഷൻസും ഒന്നും എല്ലാം ഒരേ രീതിയിൽ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. സോ നമ്മൾ വളരെ കോഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. വലിയ ലോങ് ടേം സ്റ്റഡീസ്, അതായത് ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു 30-35 വയസ്സാകുന്നതിനുള്ളിൽ ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ മുതലായ ക്യാൻസറുകൾ ഉണ്ടാകുന്നു എന്നുള്ള സ്റ്റഡീസ് ഇപ്പോഴും ഓൺ ആണ് വിദേശ രാജ്യങ്ങളിൽ. അങ്ങനെയുള്ള സ്റ്റഡീസിന്റെ എല്ലാം കൺക്ലൂഷൻസ് ഒന്നും പുറത്തു വരാത്ത കാലത്തോളം നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടും ബുദ്ധിപൂർവ്വവും വിവേചന ശക്തിയോടും ഇതൊക്കെ ഉപയോഗിക്കണം. ഒരു ന്യൂബോണിന്റെ അടുത്ത് ഒരു ഫോൺ വെക്കേണ്ട യാതൊരു ആവശ്യം ഇല്ല എന്നിരിക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആ കുട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. റേഡിയേഷൻ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ജാഗ്രതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയാനുള്ളത്. താങ്ക് യു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുത്തില്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നു. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്? തീർച്ചയായിട്ടും അവർക്ക് കൗൺസിലിങ്ങും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടോക്കൺ വിളിക്കുന്നത് 6ാമത്തെ ആണെങ്കിൽ ആ 4ാമത്തെ നമ്പർ അല്ലെ 5ാമത്തെ നമ്പർ വരെ ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ പുറത്ത് പോകാമല്ലോ. ഗാർഡനുണ്ട്, അവരെ കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കാം, വേറെ അറ്റൻഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കണം. കൂടുതൽ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങും ആവശ്യമാണ്. ഇൻ അഡീഷൻ ദാറ്റ്, എനി ഒപ്പീനിയൻ ഫ്രം യു? ഡോക്ടറെ, സാറേ, ഡോക്ടർ സജി, 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം പുഷ്പഗിരിയില് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഫോൺ ഉപയോഗിക്കുകയോ ഫോൺ മാതാപിതാക്കൾ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് കൃത്യമായി നമ്മൾ ഗൈഡ് ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളുടെ ഒരു വിഷ്വൽ ഇമേജ് കാണിച്ചുകൊണ്ട്, അതായത് കുട്ടികളുടെ കണ്ണിന് കേടുണ്ടാകാം, കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, കുട്ടികൾക്ക് അഗ്രഷൻ ഉണ്ടാകാം, ശ്രദ്ധാവൈകല്യം ഉണ്ടാകാം എന്നുള്ള ഫ്ലെക്സുകൾ പലപ്പോഴായിട്ട് നമ്മൾ ആശുപത്രി പരിസരങ്ങളിൽ വെക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ICUവിലൊക്കെ ചെറിയ ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ പൊള്ളലേറ്റിട്ട്, അല്ലെങ്കിൽ ചെറിയ സർജറികൾ കഴിഞ്ഞിട്ടൊക്കെ കുട്ടികൾ കിടക്കുമ്പോൾ അവരെ അനങ്ങാതെ കിടക്കാനായിട്ട് മാതാപിതാക്കൾ പലപ്പോഴും അവരെ കരയിക്കാതിരിക്കാനും അവർ വേഗം ആഹാരം കഴിച്ച് രോഗമുക്തി ഉണ്ടാകുവാനുമായിട്ടും ഒക്കെ ആശുപത്രി പരിസരങ്ങളിൽ ഒത്തിരി ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വാർഡുകളിലെല്ലാം തന്നെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള താല്പര്യം ഉണ്ടാകാനുള്ള അധികം വിലയില്ലാത്ത കളിപ്പാട്ടങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും മാതൃകാപരമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സംഘടനയൊക്കെ ഇതിനു വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ 2-3 ദിവസം ആശുപത്രിയിൽ കിടക്കണമെങ്കിലോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ OPയിൽ വെയിറ്റ് ചെയ്യണമെങ്കിലോ കയ്യിൽ ഒന്നും തന്നെ കരുതാതെയാണ് വരുന്നത്. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എഴുതാനോ കളിക്കാനോ കളറടിക്കാനോ സാധിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കളർ ബുക്കുകളോ വായിക്കാനുള്ള കഥാപുസ്തകങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ കാറോ അധികം ശബ്ദം കേൾപ്പിക്കാത്ത എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ മാതാപിതാക്കൾക്ക് ബാഗിൽ കൊണ്ടുവരാമെന്നുള്ളത്.
അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികൾക്ക് വിശക്കുമ്പോൾ ഒക്കെ അവർക്ക് കൊടുക്കേണ്ട കൃത്യമായ ചെറിയ ചെറിയ ഭക്ഷണങ്ങളുമായിട്ട് വരാമെങ്കിൽ അതൊക്കെ മാതാപിതാക്കൾക്ക് അവരെ കൊണ്ടു നടന്ന് കൊടുത്ത് ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ട് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, മാതാപിതാക്കളും വളരെ പ്രൊആക്റ്റീവായിട്ട് തന്നെ അവരുടെ കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പറയുന്നതെന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. 15 വയസ്സിൽ താഴെ നമ്മുടെ പരിസരങ്ങളിൽ ഉപയോഗിക്കരുതെന്നൊക്കെ എഴുതി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു. Can I add one thing? പ്ലീസ്. യെസ്. സോ നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാൻഡ്രംസ് കുട്ടികൾ ഉണ്ടാക്കുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി ഗിവിൻ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒത്തിരി കാണുന്നുണ്ട്. പക്ഷെ അപ്പം പേരൻസ് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 5 മിനിറ്റ് അവർ ടാൻഡ്രംസ് ഉണ്ടാക്കി നിങ്ങൾ ഗിവിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവർ 10 മിനിറ്റ് ആക്കും. കാരണം അവർക്കറിയാം ഞാൻ ടാൻഡ്രം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും എന്നുള്ളത് അവർക്ക് വളരെയധികം ബോധ്യമുള്ള കാര്യമാണ്. പിള്ളേര് കുഞ്ഞിപ്പിള്ളേരല്ല, അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. ദേ ലേൺ എ ലോട്ട്. അപ്പൊ അവര് ഇന്ന് നമ്മൾ 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് അവർ വഴക്കുണ്ടാക്കി കുറച്ച് ദേഷ്യം പിടിച്ചപ്പോൾ നമ്മൾ അത് ഗിവിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ ഇച്ചിരി കൂടി ഇന്റൻസിഫൈ ചെയ്യുവാണെങ്കിൽ ദേ ആർ ഗോണ ഗിവിൻ. സോ ഇത് ഇങ്ങനെ എസ്കലേറ്റ് ആയി ആണ് ആക്ച്വലി ഇറ്റ് ഗോസ് ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് നമുക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു എക്സ്റ്റെന്റിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ട ഒരു എക്സ്റ്റെന്റിലോ ഒക്കെ യൂഷ്വലി വരുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം തുടക്കത്തിൽ തന്നെ അവർ ടാൻഡ്രംസ് ചെയ്യുമ്പോഴത്തേനും അത് ഗിവിൻ ചെയ്യാതിരിക്കുക. ആൻഡ് ദെൻ മാം പറഞ്ഞ പോലെ സാർ പറഞ്ഞതുപോലെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് റീഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കോ ടോയ്സിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഡിസ്ട്രാക്ട് ചെയ്ത് അവരുടെ അറ്റൻഷനെ ഡീവിയേറ്റ് ചെയ്ത് വേറെ രീതികളിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ റാദർ ദാൻ ഗിവിങ് ഇൻ.